പുസ്തകം തുറന്ന് മടിയിലിരിക്കട്ടെ. നമുക്ക് മെല്ലെ ഈ സങ്കീർത്തനത്തിനകത്തേക്കൊന്ന് പ്രവേശിക്കാം. ഏറെ സ്നേഹാദരണീയനും അത്രമേൽ പ്രസന്നഭാവത്തോടെ എത്രയോ കാലമായി തൻ്റെ ശുശ്രൂഷകളിൽ താൻ ഇടപെടുന്ന കർമ്മരംഗങ്ങളിൽ വല്ലാത്തൊരു ചാരുതയോടെ അജപാലന ശുശ്രൂഷ നിർവഹിക്കുന്ന എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ബഹുമാനപ്പെട്ട എബി ഫിലിപ്പച്ചൻ, ഏറെ പ്രിയമുള്ള റോയച്ചൻ, എത്രമാത്രം ജീവനുള്ള പാട്ടുകൾ കൊണ്ട് ഈ രാത്രി നാം ആത്മസമ്പന്നമായി. പ്രിയപ്പെട്ട എല്ലാവരുമേ, ക്രിസ്തുവിൽ സ്നേഹവന്ദനം. ഒരു തവണ കൂടെ ഈ ദേവാലയത്തിൽ വരാൻ പരിശുദ്ധനായ മൊറേലിയ നബിയുടെ വഴിഞ്ഞൊഴുകുന്ന മധ്യസ്ഥതയുടെ തണലിലും ദൈവകൃപയുടെ ചൂടിലും വചനം പറയാൻ ദൈവം നിർത്തുന്നതിന് ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഇന്ന് രാത്രി വളരെ ചെറുതും ലളിതവുമായ ഒരു സങ്കീർത്തനമാണ് ചിന്തകൾക്കെടുത്തിരിക്കുന്നത്. ആ സങ്കീർത്തനത്തിന് എത്ര വാക്യങ്ങളുണ്ടെന്ന് പറയാമോ? നിങ്ങൾ മിണ്ടണേ. പള്ളിയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു ഐ കോണ്ടാക്ട് ഒക്കെ കിട്ടും. ഇവിടെ ദൂരെ ഇരിക്കുകയാണ്. എത്ര വാക്യങ്ങളുണ്ട്? 6 വാക്യങ്ങളുണ്ട്. ഈ രാത്രി നാം ഈ സങ്കീർത്തനത്തെ ഒന്ന് 3ആയി മുറിക്കേണ്ടിയിരിക്കുന്നു. 6 വാക്യങ്ങൾ 3ആയി മുറിച്ചാൽ എത്ര വീതം ഉണ്ടാവും? 2 വാക്യങ്ങൾ വീതം. അത് നമ്മുടെ ഭക്തി ജീവിതത്തിൻ്റെ 3 കാലങ്ങളായി ഒന്ന് ചിന്തിക്കാനും ഒന്ന് പരുവപ്പെടാനുമുള്ള ഒരു രാത്രിയാവട്ടെ. അപ്പോഴും നമുക്ക് ആ സങ്കീർത്തനത്തിലേക്ക് ഒന്ന് കയറാം. നമുക്ക് ചെറിയ സങ്കീർത്തനങ്ങളോട് ഒരിഷ്ടമുണ്ട്. അത് വചനത്തോടുള്ള ഇഷ്ടമൊന്നുമല്ല. ഈ ചെറിയ സങ്കീർത്തനങ്ങൾ കുടുംബ പ്രാർത്ഥനകൾക്കൊക്കെ സൗകര്യമാണ്, അതുകൊണ്ടാണ്, അല്ലാതെയുള്ള കാര്യമൊന്നുമല്ല. അങ്ങനെ ചെറിയ സങ്കീർത്തനങ്ങളുടെ പട്ടികയിൽ വരുന്ന ഒരു സങ്കീർത്തനമാണല്ലോ 13. ഈ സങ്കീർത്തനം നമ്മുടെ ആത്മജീവിതത്തെ ഒന്ന് വിചാരണ ചെയ്യുന്നതാണ്, ഒന്ന് മുറിവേൽപ്പിക്കുന്നതും മെല്ലെ ചില ഉത്തരങ്ങളാൽ തഴുകുന്നതുമാണ്. നമുക്ക് ഈ സങ്കീർത്തനത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം. ഈ സങ്കീർത്തനത്തിന്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ നമുക്ക് ആദ്യ ഭാഗമായി എടുക്കാം. 3 ഭാഗങ്ങളാണ്. 3 ഭാഗങ്ങൾ നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ 3 കാലങ്ങളായി നമുക്കിങ്ങനെ ധ്യാനിച്ച് ഈ നിമിഷങ്ങൾ കൊണ്ടുപോകാം. അപ്പൊ നമുക്ക് മുമ്പ് ആ സങ്കീർത്തനം വായിച്ചപ്പോൾ കുറെ പേര് മിണ്ടാതിരുന്നതാണ്. നമുക്ക് ഒന്നുകൂടെ ആദ്യത്തെ 2 വാക്യം മാത്രം വായിക്കാം. അതാണ് ആദ്യത്തെ ഭാഗം. എൻ്റെ കൂടെ ഒന്ന് വായിക്കൂ. യഹോവേ, എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും? എത്രത്തോളം നിന്റെ മുഖം ഞാൻ കാണാതെ വണ്ണം മറയ്ക്കും? എത്രത്തോളം ഞാൻ എൻ്റെ ഉള്ളിൽ വിചാരം പിടിച്ച് എൻ്റെ ഹൃദയത്തിൽ ദിവസം പ്രതി ദുഃഖം അനുഭവിക്കേണ്ടി വരും? എത്രത്തോളം എൻ്റെ ശത്രു എൻ്റെ മേൽ. ആദ്യത്തെ 2 വാക്യങ്ങൾ അവിടെ അവസാനിക്കുന്നു. ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത് പരാതിയിലാണ്. ഈ സങ്കീർത്തനം അവസാനിക്കുന്നത് പ്രത്യാശയിലാണ്. ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത് കണ്ണീരിലാണ്, അവസാനിക്കുന്നത് കിനാവുകളിലാണ്. ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത് സങ്കടങ്ങളിലാണ്, അവസാനിക്കുന്നത് സ്വപ്നങ്ങളിലാണ്. ആദ്യത്തെ 2 വാക്യങ്ങൾ അതിനകത്ത് കൂടുതൽ തവണ ആവർത്തിച്ച ഒരു വാക്കുണ്ട്. ഒന്ന് പറയാമോ? എത്രത്തോളം. ആദ്യത്തെ 2 വാക്യങ്ങളിൽ മഴത്തുള്ളി പോലെ പിന്നെയും പിന്നെയും പൊഴിഞ്ഞു വീണ ഒരു വാക്കുണ്ട്. എന്താണത്? എത്രത്തോളം. ഒരാൾ എത്രത്തോളം എന്ന് പറയുന്നത് എപ്പോഴാണ്? പിടിവിട്ട് നിൽക്കുമ്പോഴാണ്, ഗതികെട്ട് നിൽക്കുമ്പോഴാണ്, അവസാന പ്രതീക്ഷയും നശിക്കുമ്പോഴാണ്, ജീവിതത്തിന്റെ സാധ്യതയുടെ വേലിക്കല്ലുകൾ കാണുമ്പോഴാണ്, അസാധ്യതയുടെ വേലിക്കല്ലുകൾ കാണുമ്പോഴാണ്.
മനുഷ്യന്റെ പ്രയത്നങ്ങളും സ്വപ്നങ്ങളും അവസാനിക്കുമ്പോൾ ഒരാൾ 2 കൈകളും മലർത്തി ചോദിച്ചേക്കാം, ദൈവമേ എത്രത്തോളം? ഹൗ ലോങ് ലോർഡ് വിൽ യു ഫോർഗെറ്റ് മീ ഫോർ എവർ? ഹൗ ലോങ്, ആ വാക്കാണ് 4 തവണ. ഹൗ ലോങ്, എത്രത്തോളം? ആദ്യത്തെ 2 വാക്യങ്ങളെ നമ്മളൊരു തലക്കെട്ട് വിളിക്കുകയാണ്: വിഷാദങ്ങളിൽ ഉരുകുന്ന ജീവിതം. മെലങ്കളി, ലൈഫ് ഇമേഴ്സ്ഡ് ഇൻ മെലങ്കളി. വിഷാദങ്ങളിൽ ഉരുകുന്ന ജീവിതങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ്, ദൈവമേ എത്രത്തോളം? ഈ 2 വാക്യങ്ങളെ സാധാരണ വിളിക്കുന്ന ഒരു പേരുണ്ട്. അത് മറ്റൊന്നുമല്ല, മിഡ് നൈറ്റ് ഓഫ് ദ സോൾ എന്നാണ്. സോൾ എന്ന് പറഞ്ഞാൽ ആത്മാവ്, ആത്മാവിന്റെ അർദ്ധരാത്രി. നിങ്ങൾ എന്നെ നോക്കൂ, ചില മനുഷ്യർ ഇപ്പോഴേ താടി കൈ കൊടുത്ത് കുനിഞ്ഞിരിക്കുകയാണ്. എന്തായാലും കഷ്ടപ്പെട്ട് ഇവിടെ വന്നതാണ്, നേരെ ഇരുന്നൂടെ? മോശപ്പെട്ട കാര്യങ്ങളൊന്നും ഞാൻ പറയില്ല. അപ്പൊ എന്തായാലും ഈ 1 മണിക്കൂർ ഇപ്പോഴിത് പറയുമ്പോഴും എന്നെ നോക്കാത്ത മനുഷ്യരുണ്ട്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരാൾ എത്രത്തോളം എന്ന് ചോദിക്കുന്നത് ജീവിതത്തിന്റെ നിരാശയിലാണ്. മിഡ് നൈറ്റ് ഓഫ് ദ സോൾ, ആത്മാവിന്റെ പാതിരാത്രി എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഉള്ളിൽ ദൈവം മരിക്കുന്ന നേരമാണ്. ഈ പുസ്തകത്തിൽ ഒത്തിരി ഉണ്ടത്. ഇയ്യോബ് ചോദിക്കുന്നുണ്ട്, ഒത്തിരി സങ്കടങ്ങൾ ആ മനുഷ്യന് വന്നപ്പോ സഹിച്ചു, പക്ഷെ ഇടയ്ക്കെപ്പോഴോ ഒന്ന് ഇടറിയപ്പോൾ 6:13 രക്ഷ എന്നെ വിട്ടുപോയില്ലയോ? ഞാൻ കേവലം തുണയില്ലാത്തവനല്ലയോ? അതൊരാളുടെ ഉള്ളിൽ ദൈവം മരിക്കുമ്പോഴുള്ള ചോദ്യമാണ്. വിലാപങ്ങളിൽ ഇരമ്യാവ് ചോദിക്കുന്നുണ്ട് 5:20, ദൈവമേ സദാകാലം നീ ഞങ്ങളെ മറക്കുന്നത് എന്താ? ദീർഘകാലം ഞങ്ങളെ ഉപദ്രവിക്കുന്നത് എന്താ? ഉപേക്ഷിക്കുന്നത് എന്താ? ഈ പുസ്തകത്തിൽ, നമ്മൾ തുറന്നു വച്ചിരിക്കുന്ന പുസ്തകത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ ദൈവം പോലും മറന്നോ? എന്തുകൊണ്ട്? എത്രത്തോളം? വൈ? ഹൗ ലോങ്? ദൈവമേ എത്രത്തോളം? മലയാളത്തിൽ അനശ്വരമായ പാട്ടുകൾ പാടിയ ഒരു പാട്ടുകാരിയുണ്ട്. 90കളിൽ ദക്ഷിണേന്ത്യയുടെ വാനമ്പാടിയാണ്. ഇളയരാജയുടെയും AR റഹ്മാന്റെയും ഒക്കെ പ്രിയപ്പെട്ട പാട്ടുകാരി. 90കളിൽ റോസലി എന്ന പേരിലൂടെ വന്ന മിൻമിനി എന്ന പേരിൽ എത്ര പാട്ടുകളാണ്. പക്ഷെ മിൻമിനിയുടെ ശബ്ദം ഇടറി തുടങ്ങിയത് ഒരു സ്റ്റുഡിയോയുടെ റെക്കോർഡിംഗ് റൂമിലാണ്. സാക്ഷാൽ ഇളയരാജയുടെ സാന്നിധ്യത്തിൽ പ്രതിഭാധനനായ കർക്കശക്കാരനായ സംഗീതജ്ഞൻ ശബ്ദമിടറി തുടങ്ങുന്ന, പാടാനൊക്കാതെ നിൽക്കുന്ന മിൻമിനിയോട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെടുന്നു. കരഞ്ഞുകൊണ്ട് മിൻമിനി സ്റ്റുഡിയോയുടെ കൺസോൾ വിട്ടുപോകുന്നു. പിന്നെ കുറെ നാളത്തേക്ക് മിൻമിനിയെ ആരും കണ്ടിട്ടില്ല. ശബ്ദം അതിൻ്റെ മനോഹാരിതയിൽ നിൽക്കുന്ന സമയത്ത് ഒരു പാട്ടുകാരിക്ക് ശബ്ദം മുഴുവൻ നഷ്ടപ്പെട്ടു പോയാൽ വിഷാദത്തിലേക്ക് പോയി. മുറി അടച്ചിട്ടിരുന്നു, പാടാൻ പറ്റാതെ, ശബ്ദമില്ലാതെ കാലങ്ങളോളം. കുറെ കാലം കഴിഞ്ഞ് വിഷാദത്തിൽ വീണുപോയ ഈ മിൻമിനി തിരികെയൊക്കെ വന്നു പിന്നീട് 2000-ന്റെ ഒരു ആദ്യ നാളുകൾ കഴിഞ്ഞപ്പോൾ. പക്ഷെ പഴയതുപോലെയൊന്നും ആയിരുന്നില്ല. ആ നാളുകളിലൊക്കെ ഡിപ്രഷനെ അതിജീവിക്കാൻ കയ്യിലൊരു ബൈബിളും കൊന്തമാലയുമായി മിൻമിനി കാത്തിരുന്നിട്ടുണ്ട്. ദൈവം കളഞ്ഞോ എന്ന് മിൻമിനി ചോദിച്ചിട്ടുണ്ട്. ആ നാളുകളിൽ ശബ്ദം വല്ലാതിരുന്ന, അല്ലെങ്കിൽ ശബ്ദം തിരികെ കിട്ടപ്പോ തന്റെ ചിന്തകളെ, ജോൺ പൈനുങ്കലച്ചന്റെ ഒരു പാട്ട് മിൻമിനി ആത്മാവിൽ നിന്ന് പാടിയിട്ടുണ്ട്, അതരങ്ങളിൽ നിന്നല്ല. തന്നെ ദൈവം പോലും മറന്നോ? അതിങ്ങനെയാണ് മിൻമിനി പാടിയത്. നീ എന്നെ മറന്നോ നാഥ, എൻ ഹൃദയം ഉരുകുന്ന നേരം. എനിക്കറിയാം, ഇന്ന് വന്ന് നിങ്ങൾക്ക് ഗൂഗിളിൽ അത് കേൾക്കാം, യൂട്യൂബിലൊക്കെ. ഒരു പെൺകുട്ടി ആത്മാവിലാ പാടിയത്. ദൈവം പോലും
നീ എന്നെ മറന്നോ നാഥ, എൻ ഹൃദയം ഉരുകുന്ന നേരം. നീ എന്നെ വെടിഞ്ഞോ ദേവാ, എൻ മാനസം നീറുന്ന നേരം. എന്റെ ചങ്ങാതിമാരെ, ഇത് മിൻമിനിയുടെ മാത്രം പാട്ടല്ല, നമ്മുടെ കൂടെ അല്ലേ? ചില നേരങ്ങളിൽ ദൈവമേ എത്രത്തോളം, എന്തുകൊണ്ടാ ഇങ്ങനെ? കണ്ണീരിന്റെ ജലാശയത്തിൽ നീന്തി തുടിക്കുമ്പോ അല്ല, സീൽക്കാരം പോലെ ചോദ്യങ്ങൾ നമ്മുടെ നേർക്ക് പാഞ്ഞെടുക്കുമ്പോ, നിലയില്ലാത്ത കയത്തിൽ മുങ്ങിത്താഴുമ്പോൾ, നീ എന്നെ മറന്നോ നാഥ, എൻ ഹൃദയം ഉരുകുന്ന നേരം. നീ എന്നെ വെടിഞ്ഞോ ദേവാ, എൻ മാനസം നീറുന്ന നേരം. ഇത് മിൻമിനിയുടെ മാത്രം പാട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിത, ദൈവമേ എത്രത്തോളം, എത്രത്തോളം. ദാവീദ് രാജാവിനോട് പ്രത്യേകതയുണ്ട്. സങ്കടം ഇങ്ങനെ പൊട്ടി ഒഴുകുമ്പോ ആ മനുഷ്യൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാ എത്രത്തോളം. പിടിവിട്ട് നിൽക്കുമ്പോ എത്രത്തോളം. നിങ്ങൾ പറയോ, എത്രത്തോളം എന്ന വാക്കിന്റെ കൂടെ ചേർക്കാവുന്ന ചിഹ്നം ഏതാണ്? ഞങ്ങൾക്ക് ആകെ ഒരു ചിഹ്നമുള്ള അത് ഇലക്ഷൻ വരുമ്പോൾ ഞങ്ങൾ കുത്തിക്കോളാം. അതല്ല, എത്രത്തോളം എന്ന് വാക്കിന്റെ കൂടെ ചേർക്കാവണ ചിഹ്നം ഏതാ? ഒന്ന് ഉറക്കെ പറയൂ. ആ അന്തരീക്ഷത്തിലൊന്ന് വരച്ചോ, ഞാൻ കേൾക്കട്ടെ. ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻ മാർക്ക് എങ്ങനെ ഇരിക്കും? പത്തി വിരിച്ചു നിൽക്കണ പാമ്പിന്റെ രൂപമാണ്. പാമ്പ് പത്തി വിരിച്ചാൽ അത് ആഞ്ഞു കൊത്തും. നമ്മളെ ആഞ്ഞു കൊത്തുന്ന ചോദ്യചിഹ്നമാണ് എത്രത്തോളം. പക്ഷെ ദാവീദ് രാജാവുണ്ടല്ലോ, ജീവിതത്തിന്റെ ദൈവത്തിന്റെ നടത്തിപ്പുകളിൽ അതിശയകരമായി ദൈവം കൈപിടിക്കുമ്പോ ദാവീദ് പറയുന്ന മറ്റൊരു വാക്കുണ്ട്. ഒരൊറ്റ അക്ഷരമേ മാറ്റുള്ളൂ, പക്ഷേ അതിന്റെ ലെവല് വേറൊന്നാണ്. ആ വാക്കൊന്ന് പറയൂ നിങ്ങൾക്ക്. എത്രത്തോളം എന്ന പദത്തിലെ ഒറ്റ അക്ഷരം മാറ്റിയാൽ ഇത്രത്തോളം. കൃപ, കൃതജ്ഞത പൊട്ടിയൊഴുകുമ്പോ, പതഞ്ഞൊഴുകുമ്പോ ഇത്രത്തോളം. നിങ്ങൾ പറ, ഇത്രത്തോളം എന്ന വാക്കിന്റെ കൂടെ ചേർക്കാവുന്ന ചിഹ്നം ഏതാ? മിണ്ടുകയല്ല, അത് തലയൊക്കെ ചരിച്ച് ഇരിപ്പിരിപ്പ് ഉണ്ടാവില്ല, എന്നാ പറയാൻ. ഇത്രത്തോളം എന്ന പദത്തിന്റെ കൂടെ ചേർക്കാവുന്ന ചിഹ്നം ഏതാ? എക്സ്ക്ലമേഷൻ മാർക്ക്. വെരി നൈസ്, വെരി ഗുഡ്. ആശ്ചര്യചിഹ്നമാണ്. ദൈവമേ ഇത്രയും നടത്തിയല്ലോ, ഇത്രയും നിർത്തിയല്ലോ, ഇത്രയും ആയല്ലോ. ഇന്ന് രാത്രി നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്, നമ്മുടെ മാനസങ്ങളിൽ നിലനിൽക്കുന്നത് ഏത് വാക്കാ? ചോദ്യചിഹ്നമാണോ? അതിശയചിഹ്നമാണോ? അതെ, നിശ്ചയമായും സുഹൃത്തെ, 13-ാം സങ്കീർത്തനത്തിന്റെ ആദ്യത്തെ 2 വരി നമ്മളിൽ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. ദൈവമേ, എൻ്റെ കുഞ്ഞുങ്ങൾ എങ്ങനെ, എന്താ ഇങ്ങനെ? എൻ്റെ വീട് എന്താ ഇങ്ങനെ? എൻ്റെ ജീവിതം എന്താ ഇങ്ങനെ? എത്രത്തോളം, എത്രത്തോളം, എത്രത്തോളം. എന്താ ഉത്തരം? മാരാമൺ കൺവെൻഷന് ഞാൻ ഓർക്കുന്നില്ല, 1-2 വർഷം മുമ്പ് ഒരു പാട്ടുണ്ടായിരുന്നു, ചോദ്യചിഹ്നങ്ങൾ മാത്രം. എന്താണിങ്ങനെ, എനിക്കെന്തുകൊണ്ട് ഇത്? എന്താണിങ്ങനെ, ഇനി നാളെ എന്താകും? അതെല്ലാം ചോദ്യചിഹ്നമാണ്. എന്താണിങ്ങനെ, എനിക്കെന്തുകൊണ്ട് ഇത്? ഒരു വാക്യാനങ്ങ് മറന്നുപോയി. എന്താണിങ്ങനെ, ഇനി നാളെ എന്താകും? ഇത് നമ്മുടെ ചോദ്യമാണ്. മിഡ് നൈറ്റ് ഓഫ് ദ സോളാണ്. എന്താണിങ്ങനെ, എനിക്ക് എന്തുകൊണ്ടിത്? എന്താണിങ്ങനെ, എനിക്കെന്തുകൊണ്ടിത്? എന്തുകൊണ്ടിത്? ഇനി നാളെ എന്താകും? നിനവുകളെല്ലാം മുന്നമേയവൻ അറിഞ്ഞവനുള്ളിൽ ആശകളേകി.
നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ, നിനവുകളെല്ലാം മുന്നമേ അവൻ അറിഞ്ഞവനുള്ളിൽ ആശകളേകി വഴി നടത്തി എത്ര അതിശയമായി. നന്ദിയുണ്ടെന്നും നാഥാ നിൻ കൃപമതി. ഈ പാട്ടിങ്ങനെ മെല്ലെ ഒഴുകി വരുന്നുണ്ട്. എന്താണിങ്ങനെ? ഇനി നാളെ എന്താകും? എനിക്ക് എന്തുകൊണ്ടിത്? എത്രത്തോളം? ഹൗലോ ഹൗലോ? ഉത്തരം എന്താ? നമ്മളിങ്ങനെ പെട്ടുപോകും. മുൻപിൽ ചെങ്കടൽ, പിന്നിൽ ഫറവോൻ സൈന്യം, എല്ലാം തകർന്നു, ഇനി ജീവിതം വേണ്ട. ട്രാപ്പാ, ട്രാപ്പ്, ട്രാപ്പ്. മുന്നിലും പിന്നിലും വഴിയടയുന്ന സംഭവത്തെ വിളിക്കുന്ന ട്രാപ്പാണ്. ഞാനൊരു ട്രാപ്പിൽ പെട്ടുപോയി. മുൻപിൽ ചെങ്കടൽ, പിന്നിൽ ഫറവോൻ സൈന്യം, എല്ലാം തകർന്നു, ഇനി ജീവിതം വേണ്ട. മുൻപും പിൻപും അടയുമ്പോൾ, വഴികളെല്ലാം ഇരുണ്ടതാകുമ്പോൾ, ദൈവമേ എത്രത്തോളം മതിയായി. അത് ആത്മാവിന്റെ അർദ്ധരാത്രിയാ. മുൻപിൽ ചെങ്കടൽ, പിന്നിൽ ഫറവോൻ സൈന്യം, എല്ലാം തകർന്നു, ഇനി ജീവിതം വേണ്ട. പക്ഷെ നിന്റെ ട്രാപ്പിനകത്ത് നിനവുകളെല്ലാം മുന്നമേ അവൻ അറിഞ്ഞവനുള്ളിൽ ധൈര്യമതേകി വഴി നടത്തി എത്ര അതിശയമായി. എന്ന് പറഞ്ഞാൽ ട്രാപ്പാണ് എന്ന് വിചാരിച്ചിടത്ത് രണ്ടക്ഷരം മാറിയാൽ ട്രാപ്പ് became ട്രാക്ക്. ഇന്ന് വരെ ആരും പോയിട്ടില്ലാത്തൊരു വഴി. ചെങ്കടൽ ഇതാ മുറിഞ്ഞു മാറിയിരിക്കുന്നു. രണ്ടു വശത്തും വെള്ളം മതിലായി നിൽക്കുമ്പോ പുതിയൊരു ട്രാക്ക്. ഓടിപ്പോകാൻ, നടന്നു പോകാൻ, ഇസ്രായേൽ മക്കൾക്ക് പോകാൻ പുതിയൊരു വഴി. വഴിയുടെ പേരാണ് ട്രാക്ക്. ട്രാപ്പ് എവിടെയുണ്ടോ അവിടെ ഒരു ട്രാക്ക് ഉണ്ട്. നിനവുകളെല്ലാം മുന്നമേ അവൻ അറിഞ്ഞവനുള്ളിൽ ആശകളേകി വഴി നടത്തി എത്ര അതിശയമായി. നന്ദി പറ. നന്ദിയുണ്ടെന്നും നാഥാ നിൻ കൃപമതി. ഞാൻ പാട്ടിന്റെ പ്രാരംഭം ഓർക്കുന്നില്ല ജിനു. ഏതാണോ ഞാൻ ഓർത്തപ്പോ പാടിയതാണ്. ഓർക്കുമ്പം പാടാം, മറന്നുപോയി. എല്ലാം നന്മയ്ക്കായി നൽകും നല്ല നാഥനെ, നീ എന്ന ഭയം എന്നും രക്ഷാസങ്കേതം. നീയുണ്ടെങ്കിൽ എൻ്റെ ജീവിതം ധന്യം, നീയില്ലെങ്കിൽ എൻ്റെ ജീവിതം ശൂന്യം. എത്രത്തോളം ദൈവമേ, എത്രത്തോളം എത്രത്തോളം ദീർഘകാലം നീ ഞങ്ങളെ മറക്കുന്നത് എന്താ? അതൊരു ചോദ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഈ പുസ്തകം തുറന്ന് 13-ാം സങ്കീർത്തനം തുറന്നു വെച്ച് എത്രത്തോളം എത്രത്തോളം എന്ന് ചോദിക്കേ. പക്ഷേ ഈ പുസ്തകത്തിന് ഞാൻ ഈ രാത്രി മറ്റൊരു പേര് വിളിക്കട്ടെ. നമ്മുടെ ചോദ്യചിഹ്നങ്ങൾക്ക് പകരം അതിശയചിഹ്നം വിട്ടുതരുന്നത് കൊണ്ട് ഈ പുസ്തകത്തെ പരിഹാരങ്ങളുടെ പുസ്തകം എന്ന് വിളിക്കാം. ഈ രാത്രി ഞാൻ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഈ പുസ്തകത്തെ പരിഹാരങ്ങളുടെ പുസ്തകം എന്ന് വിളിക്കാം. ഈ ലോകത്ത് ജീവിക്കാൻ പഠിപ്പിക്കുന്ന ഒത്തിരി പുസ്തകങ്ങളുണ്ട്. പ്രത്യയശാസ്ത്രങ്ങളുണ്ട്, മനഃശാസ്ത്രമുണ്ട്, തത്വശാസ്ത്രങ്ങളുണ്ട്, സാമൂഹ്യ പാഠങ്ങളുണ്ട്, ബയോളജിയുണ്ട്, സുവോളജിയുണ്ട്, ചരിത്രമുണ്ട്, ഫിസിക്സ് ഉണ്ട്, മെറ്റാഫിസിക്സ് ഉണ്ട്, ആസ്ട്രോണമി ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ജീവിക്കാൻ പഠിപ്പിക്കുന്ന പുസ്തകങ്ങൾ ഒത്തിരി ഉണ്ടെങ്കിലും ഈ ലോകത്ത് വേദപുസ്തകം ഒരാളെ ജീവിക്കാൻ പഠിപ്പിക്കുന്നില്ല. ബൈബിൾ ഒരാളെ ജീവിക്കാൻ പഠിപ്പിക്കുന്നില്ല എന്ന് ഞാൻ പച്ചയായി വിളിച്ചു പറയാം. ബൈബിൾ ഒരിക്കലും ജീവിക്കാൻ പഠിപ്പിക്കുന്നില്ല. ബൈബിൾ പഠിപ്പിക്കുന്നത് അതിജീവിക്കാനാണ്. നോട്ട് ടു ലിവ് ബട്ട് ടു സർവൈവ്. ജീവിക്കാൻ ഒത്തിരി പുസ്തകങ്ങളുണ്ട്. ഈ ലോകത്തെ ഏറ്റവും മനോഹരമായ മോട്ടിവേഷണൽ പുസ്തകങ്ങളുണ്ട്, പ്രചോദിപ്പിക്കുന്ന പുസ്തകങ്ങൾ, പ്രചോദിപ്പിക്കുന്ന നോവലുകൾ, പ്രചോദിപ്പിക്കുന്ന എഴുത്തുകൾ. ലോകത്തെ ഒരു കണക്കെടുത്താൽ ലോകത്തെ ഏറ്റവും പ്രചോദിപ്പിക്കുന്ന പുസ്തകങ്ങൾ എഴുതിയ ആളുടെ പട്ടികയിൽ ഏതാണ്ട് ഒന്നാമത് വരും ഏണസ്റ്റ് ഹെമിംഗ്വേ. പിള്ളേർ കേട്ടിട്ടുണ്ടാവും. ദ ഓൾഡ് മാൻ ആൻഡ് സീ.
കിഴവനും കടലും പോലുമുള്ള വിശ്വവിഖ്യാതമായ പ്രചോദിപ്പിക്കുന്ന പുസ്തകങ്ങൾ. ആ മനുഷ്യൻ 62-ാമത്തെ വയസ്സിൽ ഒരു കൈത്തോക്ക് നെഞ്ചിലമർത്തി ആത്മഹത്യ ചെയ്തു. ഈ ലോകത്ത് തത്വജ്ഞാനികൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്, ക്രിസ്തുവിന് മുൻപും പിൻപും. അരിസ്റ്റോട്ടിലും പ്ലേറ്റോയും ഡയോജനസും സോക്രട്ടീസും കസൻദസാക്കീസും ഡെമസ്തീനസും തുടങ്ങി എണ്ണമറ്റ തത്വചിന്തകർ ലോകത്ത് തത്വശാസ്ത്രത്തിന്റെ അലകളുയർത്തി. അവരിൽ അഗ്രഗണ്യൻ അരിസ്റ്റോട്ടിൽ 60 വയസ്സ് കഴിഞ്ഞപ്പോൾ ആത്മഹത്യ ചെയ്തു. ഈ ലോകത്ത് ഒത്തിരി അധികാരക്കൊതിയന്മാരുണ്ടായിട്ടുണ്ട്. ഹിറ്റ്ലറും മുസോളിനിയും പീലാത്തോസും മാർക്ക് ആന്റണിയും, എത്രയോ പേർ. പക്ഷെ മാർക്ക് ആന്റണി ആത്മഹത്യ ചെയ്തു, പീലാത്തോസ് ആത്മഹത്യ ചെയ്തു, ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു. അധികാരം മനുഷ്യനെ അതിജീവിക്കാൻ പഠിപ്പിക്കില്ല. ഈ ലോകത്ത് സൗന്ദര്യത്തെ ആരാധിക്കുന്നവരുണ്ട്, സൗന്ദര്യധാമങ്ങളുണ്ട്. ലോകത്തെ ഏറ്റവും സൗന്ദര്യധാമങ്ങളെന്ന് വാഴ്ത്തിപ്പാടാവുന്ന ക്ലിയോപാട്ര ആത്മഹത്യ ചെയ്തു. മർലിൻ മൺറോ ആത്മഹത്യ ചെയ്തു. മലയാളത്തിൽ പ്രണയത്തെക്കുറിച്ച് കവിതകൾ എഴുതിയ, മനുഷ്യനെ പ്രണയ സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ച ഇടപ്പള്ളി രാഘവൻ പിള്ള കാമുകിയുടെ കല്യാണത്തിന്റെ തലേ രാത്രി കൃത്യം 12 മണിക്ക് വെള്ളയും ഇട്ടൊരു കനത്ത പൂമാലയും കഴുത്തിലിട്ട് ആത്മഹത്യ ചെയ്തു. എനിക്ക് പാട്ട് പാടുവാൻ ആഗ്രഹമുണ്ട്, എന്റെ മുരളി തകർന്നുപോയി എന്ന് അദ്ദേഹം അവസാനം എഴുതി വെച്ചു. ഈ ലോകത്ത് നമുക്കൊരു പ്രശ്നം കുട്ടിക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ പറയും കുട്ടിയെ ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോകാം. കൗൺസിലിംഗ് തുടങ്ങുന്നത് സൈക്കോളജിയിൽ, സൈക്കോളജി തുടങ്ങുന്നത് സിഗ്മണ്ട് ഫ്രോയിഡിൽ. സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്ന വലിയ മനുഷ്യൻ ഒരു പ്രായം കഴിഞ്ഞപ്പോൾ ക്യാൻസർ വന്നിട്ട് വേദന സഹിക്കാൻ മേലാഞ്ഞിട്ട് വേദന സംഹാരികൾ, അന്നത്തെ കാലത്താണ് മോർഫിൻ 21 മില്ലിഗ്രാം മോർഫിൻ കുത്തിവെക്കാൻ ആവശ്യപ്പെട്ട് ആത്മഹത്യാ തുല്യമായി ഒരു മരണം സ്വീകരിച്ചു മനഃശാസ്ത്രം. കോവിഡിന് തൊട്ടു മുമ്പ് ബോളിവുഡിൽ ഒരു സിനിമ ഇറങ്ങി, ചിച്ചോരെ എന്നാണ് പേര്. ആ സിനിമയുടെ ഇതിവൃത്തം, സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത് സൂയിസൈഡ് ഈസ് നോട്ട് എ സൊല്യൂഷൻ. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല, അതിജീവിക്കണം. ആ സിനിമയിലെ നായകന്റെ പേര് സുശാന്ത് സിംഗ് രജ്പുത്. ചിച്ചോരെ കണ്ടിട്ടുള്ള ചെറുപ്പക്കാരുണ്ടാവും. സിനിമ ഇറങ്ങി 6 മാസം കഴിഞ്ഞപ്പോൾ ഇതിലെ നായകൻ സുശാന്ത് സിംഗ് രജ്പുത് ആത്മഹത്യ ചെയ്തു. ഇങ്ങനെ പറയാനാണെങ്കിൽ എൻ്റെ ചങ്ങാതിമാരെ എനിക്ക് ഒത്തിരി പറയാനുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? തത്വശാസ്ത്രം, സാമൂഹ്യശാസ്ത്രം, മനഃശാസ്ത്രം, കല, സിനിമ, എന്തെടുത്തോളൂ. ഈ ലോകത്തൊത്തിരി ചിന്താധാരകളുണ്ട്, ഈ ലോകത്തൊത്തിരി പുസ്തകങ്ങളുണ്ട്, ഈ ലോകത്തൊത്തിരി തത്വസംഹിതകളുണ്ട്, പ്രത്യയശാസ്ത്രങ്ങളുണ്ട്. അവിടെയൊക്കെ മനുഷ്യനെ പോരാടാനും ജീവിക്കാനും പഠിപ്പിക്കും. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ഈ കൃപയുടെ പുസ്തകം എടുത്ത് പിടിക്കുമ്പോൾ, ചങ്കോട് ചേർത്ത് പിടിക്കുമ്പോൾ, ഞാൻ വീണ്ടും പറയട്ടെ, ഈ ലോകത്ത് പരിഹാരങ്ങളുടെ പുസ്തകമെന്ന് വിളിക്കാവുന്ന, ഈ ലോകത്ത് അതിജീവനങ്ങളുടെ പുസ്തകമെന്ന് വിളിക്കാവുന്ന, ജീവിക്കാൻ പഠിപ്പിക്കാത്ത, എന്നാൽ അതിജീവിക്കാൻ പഠിപ്പിക്കുന്ന ഒരു പുസ്തകമേ ഉള്ളൂ. കയ്യിൽ ബൈബിൾ ഉള്ളവര് ചങ്കോട് ചേർത്ത് പിടിച്ചേ, അടുത്ത് നെഞ്ചത്ത് വയ്ക്ക് ബൈബിൾ. നമുക്കിതൊന്നും അറിയത്തില്ല. ഇനിയും വേദപുസ്തകത്തെ സ്നേഹിക്കാൻ നമ്മൾ പഠിച്ചിട്ടില്ല. ഈ പുസ്തകം എടുത്ത് ചങ്കോട് ചേർത്ത് പിടിച്ചു വെച്ചിട്ട് പറയണം, എന്റെ എത്രത്തോളം എന്നുള്ള സകല ചോദ്യചിഹ്നങ്ങൾക്കും പരിഹാരമുണ്ട്. അതിന് അതിശയ ചിഹ്നം ഇട്ടുതരാൻ കഴിവുള്ള ഒരു ദൈവം എവിടെയുണ്ട്? ബാക്കി നിങ്ങളാ പറയണ്ടേ, നിങ്ങൾ മിണ്ടുകയല്ലോ. പെരുന്നാളിന് മാത്രം ഹോയ് ഹോയ് വിളിച്ച പോരാ, വചനത്തിന്റെ മുമ്പിൽ പറയണം. ഇതിനെല്ലാം അതിജീവിക്കാൻ പഠിപ്പിക്കുന്ന ഒരു ദൈവം എവിടെയുണ്ട്? സ്വർഗത്തിലുണ്ട്. അതുകൊണ്ട് ഭാരപ്പെടുന്ന ജീവിതമേ, പ്രയാസപ്പെടുന്ന ജീവിതമേ, എത്രത്തോളം ഞാൻ ഇന്ന് രാത്രി ഇവിടെ നിന്ന് നോക്കുമ്പോ ചില തലകൾ 30 ഡിഗ്രി ചരിഞ്ഞിരിക്കുന്നു, ചില തലകൾ 45 ഡിഗ്രി ചരിഞ്ഞിരിക്കുന്നു. ചിലർ വളരെ ദൈന്യഭാവത്തോടെ എന്നെ നോക്കുന്നു. ഞാൻ നോക്കുമ്പോൾ ഈ പള്ളി മുഴുവൻ അലങ്കരിച്ചിരിക്കുകയാണ്. ഞാൻ വഴിക്ക് വിചാരിച്ചെത്തിയച്ചോ, പണിയൊക്കെ ആയതുകൊണ്ട് ഇത്രയും ഇല്യൂമിനേഷനൊക്കെ കാണുമോ? പക്ഷെ ഉണ്ട്, മനോഹരം. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ ഒരു 3-4 ബൾബ് കത്താനുണ്ട്. വൃത്തികെട്ടച്ഛൻ ഇത്രയും ബൾബ് കത്തിക്കിടക്കുന്നത് കണ്ടിട്ടാണ് കത്താത്ത 3-4 ബൾബ് കണ്ടുപിടിക്കാൻ ഇറങ്ങിയിരിക്കണം. ദോഷൈകതർക്ക് ഈ സാധനം. സത്യമായും പ്രിയപ്പെട്ടവരെ, കൊറ്റമ്പള്ളിക്കാരെ 3-4 ബൾബ് കത്താത്തറുണ്ട്. നിങ്ങൾ കണ്ടില്ലേ? ഇവിടെയല്ല, ഞാൻ കണ്ട ബൾബ് കത്താത്തത് എവിടെയാണെന്നറിയോ? പള്ളിയുടെ മുഖപ്പിലും അല്ല, ഈ ചുവരിലുമല്ല, ആ ഡിസൈൻ ബോർഡിലുമല്ല. ഇവിടെ ഇരിക്കുന്ന കുറെ പേരുടെ മുഖത്താണ് മന്ദഹാസത്തിന്റെ ബൾബ് കത്താത്തത്. പള്ളി മുഴുവൻ അലങ്കരിച്ചിട്ടുണ്ട്, നാട് മുഴുവൻ അലങ്കരിച്ചിട്ടുണ്ട്, ചുവരുകൾ അലങ്കരിച്ചിട്ടുണ്ട്. പക്ഷേ പ്രസാദത്തിന്റെ ബൾബ് നമ്മൾ മാത്രം
ഇത് ഇങ്ങനെ ഇരിക്കുകയാണ്, തലേ തുണിയൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പെരുന്നാളിൽ പ്രകാശിക്കേണ്ടത് ആരാണ്? ജീവനില്ലാത്ത ചുവരുകളോ നാമോ? അതുകൊണ്ട് എത്രത്തോളം എന്നുള്ള ചോദ്യമൊക്കെ കുടഞ്ഞുകള. അതിശയ ചിഹ്നങ്ങൾ ഹൃദയത്തിലെടുത്ത് പിടിക്കുക. ആത്മാവിന്റെ അർദ്ധരാത്രിയിൽ നിന്ന് കരകയറാം. ഈ പെരുന്നാൾ കഴിയുമ്പോൾ എന്നാ ഉണ്ടാവും മിച്ചം? അത് പൊതുയോഗം വരട്ടെ ഞങ്ങൾ പറയാച്ചോ? അല്ല, ഈ പെരുന്നാളിൽ ഈ പാട്ട് കേൾക്കുമ്പോൾ, മനോഹരമായ പാട്ടുകൾ, റാസയുടെ വാദ്യമേളങ്ങൾ കേൾക്കുമ്പോൾ കാതിന് സുഖമാണ്, കാതിന് നല്ല സുഖമാണ് അല്ലേ? ഈ ഇലൂമിനേഷൻ കാണുമ്പോൾ, മനോഹരമായ ഇലൂമിനേഷൻ, മനോഹരമായ ലയവിന്യാസം, മനോഹരമായ പ്രകാശവിന്യാസങ്ങൾ കാണുമ്പോൾ കണ്ണിന് സുഖം. പെരുന്നാളിന്റെ നേർച്ച എന്താണെന്ന് എനിക്കറിയത്തില്ല. ഉറപ്പായിട്ടും നോമ്പല്ലാത്തത് കൊണ്ട് അപ്പവും അങ്ങനെയാണോ ചോ? അപ്പറച്ചല്ലേ? കേട്ടില്ല? അതെങ്കിലും ഒന്ന് ഉറക്കെ പറയൂ. ഇടിയപ്പം, ഉണ്ണിയപ്പം, അത്രേ ഉള്ളൂ. സദ്യ ഉണ്ട്, അത് പറ. ഉണ്ണിയപ്പൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാതെ അല്ലേ? ആ സദ്യയൊക്കെ കഴിഞ്ഞ് നമ്മൾ പറയും കമ്മറ്റി കഴിഞ്ഞ വർഷത്തേക്കാൾ അസലായിട്ടുണ്ട്, മസാല കുറച്ചുകൂടെ പിടിച്ചിട്ടുണ്ട്, ഉഗ്രനായിരിക്കുന്നു. കൊടിയിറക്കും എബിയച്ചൻ. ആ പെരുന്നാൾ കഴിഞ്ഞിട്ട് കൊടിയിറക്കി തിരിച്ചു പോകുമ്പോൾ ഓർക്കണം, പെരുന്നാൾ കഴിഞ്ഞു, കണ്ണിന് സുഖം കിട്ടി, കാതിന് സുഖം കിട്ടി, പക്കമേളങ്ങളും വാദ്യമേളങ്ങളും ശിങ്കാരിമേളങ്ങളും കേട്ടപ്പോൾ, സദ്യയും ഒക്കെ കഴിച്ചു മടങ്ങുമ്പോൾ നാക്കിന് സുഖം കിട്ടി. കണ്ണിനും കാതിനും നാക്കിനും സുഖം കിട്ടിയ തൊലിപ്പുറത്തെ ഇന്ദ്രിയങ്ങളുടെ സുഖങ്ങളുടെ പക്കമേളങ്ങൾ അവസാനിക്കുമ്പോൾ ഞാനും നിങ്ങൾ ഓർക്കുക, ആത്മാവിന് എന്ത് വെട്ടം കിട്ടി. നമ്മുടെ ചോദ്യചിഹ്നങ്ങൾ ഇവിടെ ഇട്ടിട്ട് അതിശയ ചിഹ്നം എടുത്തിട്ട് മടങ്ങിപ്പോകാൻ പറ്റിയിട്ടുണ്ടോ? അതൊരു ചോദ്യമാണ്. അതുകൊണ്ട് ദൈവം നമുക്ക് 4 പദവി തന്നിട്ടുണ്ട്. എത്രത്തോളം എന്ന് ചോദിക്കുന്ന സകല ജീവിതങ്ങളും പറയണം. നിങ്ങൾ അക്കമിട്ട് മനസ്സിലിടണം. നമ്മൾ സന്തോഷത്തോടെ ഇരിക്കാൻ, നമ്മൾ അനുഗ്രഹത്തോടെ ഇരിക്കാൻ ദൈവം നമുക്ക് 4 പദവി തന്നിട്ടുണ്ട്. ഒന്നാമത്തത്, വി ആർ എലക്റ്റഡ്. ഒന്ന് പറഞ്ഞേ, ആ ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. എലക്റ്റഡ് ഒന്ന് പറഞ്ഞേ. എലക്റ്റഡ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ എന്തെങ്കിലും മിണ്ടിയാൽ നിങ്ങൾക്കും ആ സമയത്ത് എനിക്കും പോവാം. തെരഞ്ഞെടുപ്പ്. ദൈവം നമ്മെ തെരഞ്ഞെടുത്തരെന്നാ പാടാ. ദൈവം നമ്മെ തെരഞ്ഞെടുത്തരെന്നാ വേദപുസ്തക പ്രകാരം പറ. മാമോദീസ മുങ്ങിയപ്പോ അല്ലല്ലോ, അതിനും മുകളിലാ, അതിനും അപ്പുറമാണ്. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ. സങ്കീർത്തനം 139 ഇരമ്യാവ് 1 എഫേസ്യർ 4 ഒക്കെ വായിച്ചാൽ, പിണ്ടാകാരമായിരുന്നപ്പോ, അമ്മയുടെ ഉദരത്തിൽ ഒരൊറ്റ കോശമായിരുന്നപ്പോൾ, വി ആർ എലക്റ്റഡ്. ആ വാക്കൊന്ന് ഉറക്കെ പറയൂ. എലക്റ്റഡ്, എലക്റ്റഡ്, തെരഞ്ഞെടുത്തു. അതാണ് നമുക്കുള്ള ഒന്നാമത്തെ പദവി. നമുക്കുള്ള രണ്ടാമത്തെ പദവി എന്തെന്നറിയാം? വി ആർ സെലക്റ്റഡ്. എന്താണ് സെലക്റ്റഡ് എന്ന് പറഞ്ഞ അർത്ഥം? എന്താ? ഞങ്ങൾക്കറിയാം പക്ഷെ ഞങ്ങൾ വലിയ ആളുകളായിട്ട് പറയത്തില്ല. സെലക്റ്റഡ് എന്ന് പറഞ്ഞാൽ പറ. അതും തെരഞ്ഞെടുപ്പാണ്. പക്ഷെ ഇത് മുമ്പിലുള്ള വ്യത്യാസം എന്താണ്? എലക്ഷൻ, ഞാൻ വ്യത്യാസം പറയാം. PSCയുടെ റാങ്ക് ലിസ്റ്റിൽ നമ്മുടെ കൊച്ചിന്റെ പേര് 4 ലിസ്റ്റിൽ കിടപ്പുണ്ട്, എലക്റ്റഡ്. പക്ഷെ ഇതുവരെ പണി കിട്ടിയിട്ടില്ല. അത് സെലക്ഷൻ. എലക്ഷൻ ഇൻസൈഡ് ദ എലക്ഷൻ ഈസ് സെലക്ഷൻ. എത്ര പേർക്ക് മനസ്സിലായി? എലക്ഷൻ അകത്തുള്ള എലക്ഷനാണ് ഇത് സെലക്ഷൻ. അങ്ങനെയെങ്കിൽ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നമ്മെ തെരഞ്ഞെടുത്തു എന്നുള്ളത് എലക്റ്റഡ് ആണ്. സെലക്ഷനോ രാജകീയ പുരോഹിത വർഗമായി, വിശുദ്ധ വംശമായി, സ്വന്ത ജനമായി. മാമോദീസായിൽ ഒരു പദവി കിട്ടി. അതെന്താ? മിണ്ടു. സെലക്ഷൻ. ദൈവം നമുക്ക് തന്നിരിക്കുന്ന മൂന്നാമത്തെ പദവി, വി ആർ അപ്പോയിന്റഡ്. എന്താണ് അപ്പോയിന്റഡ്? ആ വാക്കിന്റെ അർത്ഥം എന്താ? അപ്പോയിന്റഡ്, നിയമിച്ചു. ഇന്ന് പകൽ വല്ല അപ്പോയിന്റ്മെന്റും കിട്ടിയിട്ടുണ്ടോ? ഒരു അപ്പോയിന്റ്മെന്റും ഇല്ല.
പക്ഷെ ഞാൻ നിങ്ങളെ കൊണ്ട് പറയുകയാണ്, അപ്പോയിന്റ്മെന്റ് എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് വാക്ക് എന്താ? പറയൂ. ഡിസപ്പോയിന്റ്മെന്റ്. അതിന്റെ അർത്ഥം എന്താ? കർത്താവ് ഇത് പാടുപെടുമല്ലേ. അതിന്റെ അർത്ഥം എന്താ? നിരാശ. ഈ രാത്രി നിങ്ങൾ ഡിസപ്പോയിന്റഡ് ആണോ? പറയൂ. അല്ല. ഒന്നുകിൽ കരയ്ക്കൂടെ പോണം, അല്ലെങ്കിൽ വെള്ളത്തിൽ കൂടെ പോണം. നമ്മൾ പറഞ്ഞു ഒരു അപ്പോയിന്റ്മെന്റും ഇല്ല. അതേ നമ്മൾ തന്നെ പറഞ്ഞു ഒരു അല്ല. അപ്പോയിന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അത്ഭുതമൊന്നുമല്ല. ദൈവം ഇന്ന് തന്ന പുതിയ ചില കാര്യങ്ങളുണ്ട്. ഇന്ന് പുതിയത് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? അത്ഭുതം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഭൂതമല്ലാത്തതെന്തോ അതാണ് അത്ഭുതം. ഭൂതം എന്ന് പറഞ്ഞാൽ എന്താ? ഞങ്ങളുടെ വീട്ടിൽ ഒരെണ്ണമുണ്ടോ? അയ്യോ, അങ്ങനെ പറയരുത്, അതല്ല. ഭൂതം എന്ന് പറഞ്ഞാൽ ഇന്നലെ നടക്കാത്തതാണ് എന്ത്? അത്ഭുതം. ഭൂതമല്ലാത്തതെന്തോ. ഇന്ന് നാം കുടിച്ച വെള്ളം പുതിയതാ. ഇന്ന് നാം ശ്വസിച്ച വായു പുതിയതാ. ഇന്ന് നാം നടന്ന വഴികൾ പുതിയതാ. അതുകൊണ്ട് ഇന്ന് പകലും we have a lot of appointments ഇല്ലെന്ന് പറയരുത്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന നാലാമത്തെ പദവി we are anointed. അഭിഷേകം. അപ്പൊ 4 വാക്കുകൾ നിങ്ങളൊന്ന് പറഞ്ഞേ. എലക്റ്റഡ്, സെലക്റ്റഡ്, അപ്പോയിന്റഡ്, അനോയിന്റഡ് എന്ന് പറഞ്ഞാൽ അഭിഷേകം. എന്ത് അഭിഷേകം? മാമോദീസായിലെ അഭിഷേകം. അതിന്റെ ലിറ്റർജിക്കൽ സെൻസ് ഒന്നും ഞാൻ പറയുന്നില്ല. നിന്റെ കൂട്ടുകാരിൽ പരമായി. അങ്ങനെ ഒരു വചനമുണ്ട് സങ്കീർത്തനത്തിൽ. നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ. ബാക്കി പറയാം. പറയുന്നവരുടെ മുഖത്തേക്കെങ്കിലും ഞാൻ നോക്കട്ടെ. ആനന്ദതൈലം കൊണ്ട്. അതെ, ആർക്കും കൊടുക്കാത്തൊരു സ്പെഷ്യൽ അനോയിന്റ്മെന്റ്, ആർക്കുമില്ലാത്തൊരു പോരാട്ടം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, ആർക്കും കൊടുക്കാത്തൊരു സ്പെഷ്യൽ അഭിഷേകം നമുക്ക് ദൈവം തരും. ആർക്കുമില്ലാത്തൊരു പോരാട്ടം നമ്മുടെ വീട്ടിനകത്തുണ്ടെങ്കിൽ, ആർക്കും ഇല്ലാത്തൊരു അഭിഷേകം നമ്മുടെ വീട്ടിനകത്ത് ദൈവം വിശ്വസിക്കണം. 4 പദങ്ങളാ. അതുകൊണ്ട് നമ്മൾ എത്രത്തോളം എന്ന് ചോദിക്കരുത്. എലക്റ്റഡ്, സെലക്റ്റഡ്, അപ്പോയിന്റഡ്. ജീവിക്കാൻ, ചിരിക്കാൻ, സന്തോഷിക്കാൻ വേദപുസ്തകം മുഴുവൻ വായിക്കണോ എന്നെനിക്കറിയാൻ പാടില്ല. പക്ഷെ ഒന്ന് ഞാൻ പറയാം. ബൈബിളിലെ ആദ്യത്തെ പേജ് മാത്രം വായിച്ചാൽ മതി. ബൈബിളിലെ ആദ്യത്തെ പേജിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്നൊരു വാക്കുണ്ട്. ആർക്കെങ്കിലും പറയാമോ എന്താണെന്ന്? ആദ്യത്തെ പേജിൽ ഉണ്ടാകട്ടെ, അല്ലേ? ഉണ്ടാകട്ടെ. അതിൻ്റെ കൂടെ ഒരു വാക്കും കൂടെ ഉണ്ട്. എന്താ? ആരോട് പറയാൻ? നല്ലത്. നല്ലത്. ലെറ്റ് ദേർ ബി ദ ലൈറ്റ്. വെളിച്ചം ഉണ്ടാകട്ടെ. നല്ലത്. നിങ്ങൾ ഇതിനൊന്ന് ഉത്തരം പറ. ഈ നല്ലത്, നല്ലത്, നല്ലത് എന്ന് 6 തവണയുണ്ട്. അതാര് ആരോട് പറഞ്ഞതാ? ഒരു പ്രതീക്ഷയില്ല എനിക്ക്. ആരോട് പറഞ്ഞതാ? ദൈവം ദൈവത്തോട് തന്നെ പറഞ്ഞ ഒരു ആത്മകഥമാണ്. കൊള്ളാം. ആ പേജ് മാത്രം മതി. ഈ ലോകത്തെ ഏറ്റവും വലിയ സുവിശേഷം എന്ന് പറയുന്നത് ഒരു മെത്രാച്ചനും പ്രസംഗിക്കുന്നതല്ല, ഒരച്ഛനും പ്രസംഗിക്കുന്നതല്ല. ഒരാൾ അയാളോട് തന്നെ പറയുക, കൊള്ളാം, കൊള്ളാം. നമ്മൾ പറയാറുണ്ടോ? ഇതെന്റെ വിധിയായിപ്പോയി, ഇതിനെ തന്നെ എനിക്ക് വെച്ചിരുന്നല്ലോ, ഈ വീട്ടിൽ തന്നെ വന്നു കയറിയല്ലോ എന്നല്ല ഇപ്പൊ പറയുക. അവനവനോട് തന്നെ പറയുക, കൊള്ളാം, കൊള്ളാം. വേദപുസ്തകത്തിലെ ഫസ്റ്റ് പേജ്. ജീവിക്കാൻ അത് മാത്രം മതി. അവനവനോട് തന്നെ പറയണതാണ് ഏറ്റവും വലിയ സുവിശേഷം. ബൈബിളിലെ ആദ്യത്തെ വാക്കെന്താ? ഒന്ന് ഉറക്കം മിണ്ടൂന്നേ. ആദിയിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ആദിയിൽ എന്നാണത്? പണ്ട്. പണ്ടെന്ന് പറഞ്ഞ പണ്ടേക്ക് പണ്ട് എന്ന് പറഞ്ഞാൽ കുറെ പണ്ട് എന്നാണ്. അറിയില്ല. നമ്മുടെ ബുദ്ധിക്കെത്താത്തൊരു കാലം, ബിയോണ്ട് അവർ ഇമാജിനേഷൻസ്, ബിയോണ്ട് അവർ ബ്രെയിൻ, ബിയോണ്ട് അവർ കോൺസെപ്റ്റ്സ്, ബിയോണ്ട് അവർ നോളജ്. നമ്മുടെ അറിവിനും
നമ്മുടെ ബുദ്ധിക്കും അപ്പുറം നമ്മുടെ 1400 ഗ്രാം തലച്ചോറിനെത്താത്ത ഒരു കാലമുണ്ടായിരുന്നു. ആ കാലം എഴുതി തുടങ്ങാൻ ഉപയോഗിച്ച വാക്കാണ് എന്ത്? ആദിയിൽ. ഉൽപ്പത്തി 1 മുതൽ 11 വരെ പ്രീ ഹിസ്റ്റോറിക് എന്നാണ് പറയുക. ചരിത്രാതീതം എന്ന് പറഞ്ഞാൽ നമുക്കെത്താത്ത ഒരു കാലം. ഉൽപ്പത്തി 12 അബ്രഹാം രംഗപ്രവേശം ചെയ്യും. അവിടെ മുതൽ ചരിത്രമാണ്. അതിനപ്പുറമുള്ള ഒരു കാലം നമുക്കെത്താത്തത് കൊണ്ട് അത് എഴുതാൻ, പറഞ്ഞറിയിക്കാനൊക്കാത്തതിനെ ആവിഷ്കരിക്കാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം കഥ പോലെ പറയുക. പറഞ്ഞറിയിക്കാനാകാത്തതിനെ ആവിഷ്കരിക്കാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം, ചില കാര്യങ്ങൾ പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റില്ല, നമുക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് ഏതൊരു മതത്തിലും ഏതൊരു സംസ്കാരത്തിലും പുരാണങ്ങളും ഇതിഹാസങ്ങളും വേദഗ്രന്ഥങ്ങളുമൊക്കെ കഥ പോലെ പറയുന്നത്. അതുകൊണ്ട് ഉൽപ്പത്തി 1-ാം അധ്യായത്തിൽ 1-ാം ദിവസം രാവിലെ ദൈവം എഴുന്നിട്ട് ഉണ്ടാകട്ടെ, 2-ാം ദിവസം കട്ടൻ കാപ്പി കുടിച്ചിട്ട് ഉണ്ടാകട്ടെ, കടന്നുറങ്ങി 3-ാം ദിവസം ഉണ്ടാകട്ടെ. അങ്ങനെയല്ല. അങ്ങനെ സൺഡേ സ്കൂൾ അധ്യാപകർ പിള്ളേരെ പഠിപ്പിക്കരുത്. അത് 80കളിൽ അന്ധകാലത്ത് അങ്ങനെ പഠിപ്പിക്കാം. ഇന്ന് പിള്ളേർ പലതും കേട്ടിട്ട് ആണ് സൺഡേ സ്കൂളിന് വരുന്നത്. അതുകൊണ്ട് തിങ്കളാഴ്ച സ്കൂളിൽ ചെല്ലുമ്പോൾ 8-ാം ക്ലാസ്സുകാരനെ സുഗുണൻ സാറ് പഠിപ്പിക്കും, കൊരങ്ങന്റെ വാല് മുറിഞ്ഞിട്ട് മനുഷ്യനുണ്ടായി. ഞായറാഴ്ച സൂസമ്മ ടീച്ചർ കൊറ്റപ്പള്ളി പഠിപ്പിക്കും, കുഴച്ചുണ്ടാക്കി. 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ടിൻഡു മോന് കൺഫ്യൂഷനാണ്, സുഗുണ സാറാണോ ശരി, സൂസമ്മ ടീച്ചറാണോ ശരി. എന്നെ കേൾക്കുന്ന കൊറ്റപ്പള്ളിക്കാരി സൺഡേ സ്കൂൾ അധ്യാപിക പറഞ്ഞാട്ടെ, നിങ്ങൾ എങ്ങനെ ഈ കാലത്ത് സൺഡേ സ്കൂൾ പഠിപ്പിക്കും? കാരണം ഓൺലൈൻ മാധ്യമങ്ങളിൽ, സമൂഹ മാധ്യമങ്ങളിൽ ദൈവമില്ല, ദൈവം അത് കെട്ടുകഥയാണ്, പഴങ്കഥയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി 1000 പേര് പാടുപെടുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വളരുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ ഇനിയുള്ള കാലം ബൈബിൾ പഠിപ്പിക്കുമ്പോൾ അതിനകത്ത് ശാസ്ത്രീയമായ മാനങ്ങൾ കൂടെ പറയണം. കാരണം 1-ാം ദിവസം 2-ാം ദിവസം എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ല കഥ. യഹോവയുടെ ദൃഷ്ടിയിൽ ഒരു ദിവസം 1000 സംവത്സരം പോലെയും. 1000 എന്ന വാക്ക്, ഡിജിറ്റ് ബൈബിളിൽ ഉപയോഗിക്കുന്നത് ഇൻഫിനിറ്റ് എന്നതിനെ സൂചിപ്പിക്കാനാണ്. പൂർണ്ണത എന്ന് വെച്ചാൽ എണ്ണാനൊക്കാത്തതിനെ. അത് വെളിപ്പാടിലൊക്കെ 144,000 പേരുടെ കഥകളൊക്കെ ഉണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിലും വെളിപ്പാട് പുസ്തകത്തിലും ദിവസത്തിന്റെ പരിഗണന നമ്മുടെ പരിഗണനയല്ല. ഇത് രണ്ടും ബുദ്ധിക്കെത്താത്തൊരു കാലമാണ്. അതുകൊണ്ട് 1000 ദിവസം സമം അല്ലെങ്കിൽ 1000 വർഷം സമം മനുഷ്യന്റെ ഒരു ദിവസം പോലെ എന്നൊക്കെ കണക്കാക്കാം. അങ്ങനെയാണെങ്കിൽ 6-ാം ദിവസം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചമുണ്ടായതിനും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന നരവർഗം ഒരു ഹ്യൂമൻ ബീയിങ് ആയി രൂപപ്പെട്ടതിന് പിന്നിൽ ഇങ്ങനെ ഒരുപാട് കാലത്തിന്റെ ചരിത്രമുണ്ട്, പിന്നാമ്പുറമുണ്ട്. അപ്പൊ നമ്മുടെ കുട്ടിയോട് പറയണം, ഈ ഒരു ദിവസം സമം നമുക്കറിയാത്തൊരു കാലഗണന 1000 വർഷമാകാം. ഉൽപ്പത്തി 11 വരെ നമുക്ക് എത്തത്തില്ല മക്കളെ. ഇങ്ങനെ വേണം 2025 സൺഡേ സ്കൂൾ പഠിപ്പിക്കാൻ. അല്ലാത്തൊരു പഠിപ്പിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പാഞ്ഞു പോകുന്ന UK പോലുള്ളതൊക്കെ സെക്കുലറിസ്റ്റ് കൺട്രികളാ, മതമില്ലാത്ത രാജ്യങ്ങളാണ്. ദൈവനിഷേധികളായി നമ്മുടെ മക്കൾ മാറിയേക്കാം. പോട്ടെ, ഞാൻ സന്ദർഭവശാൽ പറഞ്ഞതാണ്. ആദിയിൽ എത്താത്തൊരു കാലം. പോട്ടെ, ബൈബിളിലെ ആദ്യത്തെ അക്ഷരം എന്താ? ഒന്ന് നീട്ടി പറഞ്ഞ്. അത് പറയാൻ ഒരു ചെലവും ഇല്ലല്ലോ. ഇതുവരെ മിണ്ടാത്തവരും വാ തുറക്കാത്തവർക്കും അത് പറയാം. ബൈബിളിലെ ആദ്യത്തെ അക്ഷരം എന്താ? ഒന്ന് നീട്ടണേ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഒരു കൗതുകകരമായി തന്നെ പറയൂ. ആ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? എടി അവൾ അവിടെ പോയി, അവൻ എന്തിയേ, ഞാൻ ആ സാധനം വെച്ചത് കണ്ടാ? പറയൂ. ഒരാളുടെ അറിവില്ലായ്മ, ഒരാളുടെ നിസ്സഹായത, ഒരാളുടെ ബോധ്യമില്ലായ്മ സൂചിപ്പിക്കാൻ അയാൾ ഉപയോഗിക്കുന്ന ഏറ്റവും ചെറിയ ശരീരഭാഷയാണ് ആ. എത്രത്തോളം അറിയില്ല. നമുക്ക് പിടുത്തം കിട്ടാത്ത, നമുക്ക് മനസ്സിലാകാത്ത, നമ്മുടെ ബുദ്ധിക്ക് നിന്ന് തരാത്ത ഒത്തിരി കാര്യങ്ങളില്ലേ ചങ്ങാതി? ബൈബിളിലെ ആദ്യത്തെ അക്ഷരം നമ്മുടെ അവസ്ഥയാ. നമുക്ക് മനസ്സിലാകുന്നില്ല, നമ്മൾ ആലോചിച്ചിട്ട് പറ്റുന്നില്ല. എന്തുകൊണ്ടിങ്ങനെ, എന്താണിങ്ങനെ, നാളെ എന്താ? എന്തുത്തരമുണ്ട്?
ഒറ്റ ഉത്തരേ ഉള്ളൂ. ബൈബിളിലെ അവസാനത്തെ വാക്ക് എന്താ? ആരോട് ചോദിക്കണം? നിങ്ങൾക്ക് നാണക്കേടാണ്. ഓൺലൈനും ഉച്ചഭാഷിണിയൊക്കെ ഉണ്ട്. എനിക്കൊന്നുമില്ല, ഞാനിത് കഴിഞ്ഞ് അടുത്തടുത്ത് പോകും. ഉത്തരം പറഞ്ഞില്ല എന്നുള്ളത്. അവസാനത്തെ വാക്കെന്താണ്? ആമേൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം എന്താ? അതപ്രകാരം തന്നെ നമ്മൾ ചതുരത്തിൽ പറയുന്ന എബിയച്ചൻ എപ്പോ ഹോശോ ബബുക്കുൽ സുബാൽ വൽമിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നീട്ടി ഒരു ആമേൻ പറയും. ഇന്ന് വൈകിട്ടും 18 എണ്ണവും പറഞ്ഞു. അതല്ല, ആമേൻ അതൊരൊറ്റ അക്ഷരമായിട്ട് ഞാൻ പറയാം. എന്ന് പറഞ്ഞ അർത്ഥം എന്താ? എന്ന് പറഞ്ഞ അർത്ഥം എന്താ? സമ്മതമാണ്. ഒന്ന് അങ്ങനെയൊന്ന് മൂളിക്കേ. എന്നെ ആക്കി മൂളരുത്, അല്ലാതെ ഒന്ന് മൂളാം. അതിന്റെ അർത്ഥം എന്താ? ചിലര് അധികം മിണ്ടത്തില്ല. വീട്ടിനകത്ത് അധികം മിണ്ടാത്തവരുണ്ട്. ചപ്പാത്തി മതിയോ? ഇത്തിരി രസം കൂടെ ഒഴിക്കട്ടെ. സമ്മതമാണത്. ആദ്യത്തെ അക്ഷരം എന്താ? അവസാനത്തെ അക്ഷരം എന്താ? ഇത് രണ്ടുകൂടെ ഒന്ന് ഒരുമിച്ച് പറ. ഒരുമിച്ച് എനിക്ക് കേൾക്കണം. ഒരുമിച്ച് കേൾക്കണം. കേൾക്കാതെ വിടില്ല. പറയൂ. അത് ഈ നാടിന്റെ അന്തരീക്ഷത്തിൽ അന്തർലീനമാണ്. ആദി അറിവില്ലായ്മ, മധ്യം, പൂർണ്ണത, ഓം. ഞാൻ ആൽഫയും ഒമേഗയും. ബൈബിൾ പറയുന്നു ഞാൻ ആദ്യനും അന്ത്യൻ, പൂർണ്ണത. ഞാൻ ആദ്യനും അന്ത്യനുമാവുന്നു. ഉറക്കവും മയക്കവുമില്ലാത്ത, അവന്റെ അറിവിന് പരിമിതിയില്ലാത്ത, ജനനവും മരണവുമില്ലാത്ത, നിത്യപ്രകാശമില്ലാത്ത, സൃഷ്ടിയല്ലാത്ത സ്വയംഭൂവും, സാരാംശത്തിൽ നിന്നുള്ള പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും, സത്യദൈവവും, അതേ വിശ്വാസ പ്രമാണം പറയുന്ന നിത്യനായ ദൈവം, അതാണ് ഇത്. പരമ്പൊരുൾ. ഏത് മതത്തിലും എങ്ങനെ വിളിച്ചാലും അവസാനം അല്ലേ, ദൈവം എന്ന പരാശക്തിയുടെ മുന്നിൽ മനുഷ്യരൊക്കെ വെറും പുഴുക്കളാണ്. ആമേൻ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എത്താത്ത എല്ലാ കാര്യങ്ങളോടും പറയുക ആമേൻ. ഇപ്പം നിങ്ങളുടെ ചങ്കിലിരിക്കുന്ന ആ വേദനയോട് ആമേൻ എന്നൊന്ന് പറഞ്ഞേ. നിങ്ങളോടാണ്. ശബ്ദം ഉയർത്തി പറ. നടന്ന കല്യാണത്തോട്, ജയിച്ച പരീക്ഷയോട്, കിട്ടിയ A+കളോട്, പാസ്സായ ഇന്റർവ്യൂവിനോട് നമ്മൾ പറയും ആമേൻ. പക്ഷെ ഇന്ന് രാത്രി തോറ്റ പരീക്ഷയോട് ആമേൻ. മുടങ്ങിപ്പോയ ആലോചനയോട് ആമേൻ. ആ ബ്രേക്കപ്പിനോട് ആമേൻ. നടക്കാത്ത ആലോചനയോട് ആമേൻ. അടിക്കാത്ത ലോട്ടറിയോട് ആമേൻ. ഇപ്പോൾ ഉള്ള രോഗത്തോട് ആമേൻ. ഉത്തരമില്ലാത്ത കണ്ണീർ കാരണങ്ങളോട് ആമേൻ എന്നൊന്ന് പറഞ്ഞ് മിണ്ടുകല. 17 പേര് മിണ്ടി. അത്രയും മതി. എനിക്കതിൽ കൂടുതൽ വേണ്ട. ആമേൻ. അപ്പൊ നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉള്ള എല്ലാ ഉത്തരങ്ങളും the first word and last word of the Bible. ആദിയിൽ എത്രത്തോളം. രണ്ടാമത്തെ 2 വാക്യങ്ങളാണ് നമുക്കിനി വേണ്ടത്. രണ്ടാമത്തെ 2 വാക്യങ്ങൾ ഇങ്ങനെയാണ്. എന്റെ ദൈവമേ, വായിച്ചോളൂ, എന്റെ കൂടെ വായിര. എന്റെ ദൈവമേ, എനിക്ക് ഉത്തരമരുളണമേ. പുസ്തകം മടക്കി വെച്ചോ, ഒരു കൃപ നഷ്ടപ്പെടുവാണല്ലോ. എന്റെ ദൈവമായ യഹോവേ, കടാക്ഷിക്കണമേ, എനിക്ക് ഉത്തരമരുളണമേ. നിങ്ങൾ എന്നെ നോക്കൂ. എത്രത്തോളം ചോദ്യചിഹ്നങ്ങളുമായി പകച്ചു നിൽക്കുന്ന, വിഷാദങ്ങളിൽ ഉരുകുന്ന ജീവിതത്തിൽ, ആത്മാവിന്റെ അർദ്ധരാത്രിയിൽ ഉരുകുന്ന ജീവിതങ്ങൾക്ക് മറികടക്കാൻ ഒറ്റ വഴിയുള്ളൂ. 3ഉം 4ഉം വചനങ്ങൾ ആരംഭിക്കുന്നത് എങ്ങനെയാണ്? നോക്ക്. പുസ്തകമൊന്നുമില്ലാതെ വന്നിരിക്കുകയാണ്. നോക്ക്. എന്റെ ദൈവമേ. എത്രത്തോളം എന്ന് ചോദിച്ച 2 കരങ്ങളും ഇപ്പോ ഒരാൾ എന്റെ ദൈവമേ എന്ന് പറയുമ്പോ എങ്ങനെയായിരിക്കും? 2 കൈയും ചങ്കോടമർത്തി എന്റെ ദൈവമേ. നിങ്ങൾ പറ പ്രിയപ്പെട്ടവരെ,
എൻ്റെ ദൈവമേ എന്നൊരാൾ വിളിക്കുന്നത് നിറവിലാണോ മുറിവിലാണോ? നിറവില, മുറിവില. എൻ്റെ ദൈവമേ എന്ന് വിളിക്കുന്നത് കല്യാണ വീട്ടിലാണോ മരണ വീട്ടിലാണോ? പറയൂ. മരണ വീട്ടിലാണ്. കല്യാണ വീട്ടിൽ നിറവാണ്, മരണ വീട്ടിൽ മുറിവുകളുടെ മധ്യേ. മാർത്തോമാ ശ്ലീഹ ഒടേതമ്പുരാന്റെ മുറിവ് കണ്ടപ്പോ ആർത്തു വിളിച്ചു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. തിരിച്ചോര കണ്ട ഒരാൾ അടങ്ങിയിരിക്കില്ല. പിന്നെ എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ. മുറിവിലാണ്, മുറിവിൽ ഒരാൾ വിളിക്കുന്നതാണ് എൻ്റെ ദൈവമേ. ദൈവമുണ്ട് എന്ന് പറയല്ലേ. ദൈവമുണ്ട് എന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് ഒരു പ്രയോജനവുമില്ല. കാരണം അതൊരു കമന്റാണ്, ഒരറിവാണ്. ദൈവമുണ്ട്, എല്ലാവർക്കും അറിയാം. പക്ഷേ നമുക്ക് പ്രയോജനം ചെയ്യുന്നത് അങ്ങനെയല്ല. ദൈവമുണ്ടല്ലോ, അതൊരാശ്രയമാണ്. നമ്മളെ സൗഖ്യപ്പെടുത്താൻ പോകുന്നൊരു അറിവല്ല. ഒരു മനുഷ്യനും വേദപുസ്തകം എടുക്കുന്നത് വേദശാസ്ത്രത്തിന്റെ ഗഹനതകൾ ഉരുക്കഴിച്ചെടുക്കാനല്ല, ആശ്വാസം കിട്ടാനാ. ദൈവമുണ്ട് എന്ന് പറയുന്നൊരു അറിവാ. പക്ഷെ എൻ്റെ ദൈവമുണ്ടല്ലോ എന്ന് പറയുന്നത് ആശ്രയമാണ്. ജീവിതത്തിന്റെ കണ്ണീർ പുഴകൾ താണ്ടുമ്പോ, ജീവിതത്തിന്റെ വേദനയുടെ കടല് നീന്തുമ്പോ, ജീവിതത്തിന്റെ കണ്ണീർ കായലിൽ നീന്തി തുടിക്കുമ്പോ ദൈവമുണ്ടല്ലോ, എൻ്റെ ദൈവമുണ്ടല്ലോ, അതൊരാശ്രയമാണ്. അറിവ് നമുക്ക് മരുന്നാവില്ല, ആശ്രയം. രൂത്ത്, മരണം പെരുമഴ പോലെ പെയ്യുന്നൊരു വീട്, ഒരപ്പനും രണ്ടാൺമക്കളും മരണപ്പെടുന്ന ഒരു വീട്ടിൽ രൂത്ത് പറയുന്നൊരു വാക്കുണ്ട്, അമ്മച്ചി, നിന്റെ ദൈവം എൻ്റെ ദൈവം. വായിച്ചിട്ടില്ലേ? ഒരാൾ മരണപ്പെട്ടാൽ നമുക്ക് പറ്റുമോ? ഇങ്ങനൊരു ദൈവം ഇല്ല അച്ചോ, ഇങ്ങനൊരു ദൈവം ഉണ്ടെങ്കിലും നടക്കില്ല അച്ചോ പറയലും പറയാറുണ്ട്. ഉത്തരയില്ല. അടിക്കടി 3 പേർ ഒരേ കാലയളവിൽ മരണപ്പെട്ട് മരണം തുടർക്കഥയായ ഒരു വീട്ടിൽ എൻ്റെ ദൈവം ഉണ്ടല്ലോ, എൻ്റെ ദൈവം. ഫിലിപ്പ് ഡോഡ്ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. 18-ാം നൂറ്റാണ്ടിലെ ഒരു ഇംഗ്ലീഷ് പാട്ടുകാരനാണ്. അദ്ദേഹത്തിന് 47 വയസ്സ് മരിച്ചു. എണ്ണമറ്റ പാട്ടുകൾ, ഇംഗ്ലീഷ് ഭക്തിഗീതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അവസാനം അദ്ദേഹം മരിക്കുന്നത് TB വന്നിട്ടാണ്, ക്ഷയരോഗം വന്നിട്ടാണ്. ക്ഷയരോഗം വന്നിട്ട് ചുമച്ച് ചോര തുപ്പുന്ന നാളുകൾ ഈ ഫിലിപ്പ് ഡോഡ്ബ്രിഡ്ജ് എന്ന് പറയുന്ന മനുഷ്യൻ. ഏതാണ്ട് 1750-കളിലാണ് താൻ കിടക്കുന്ന കിടക്ക ചോരയിൽ ചോരത്തുള്ളികൾ ചിതറിയ കിടക്കയാവും. മരണം മാത്രമാണ് മുന്നിൽ. മരുന്നില്ലാത്തൊരു കാലം, TBക്ക് മരുന്നില്ലാത്തൊരു കാലം. പക്ഷെ ഭക്തനായ മനുഷ്യൻ മരണത്തെ മുഖാമുഖം കാണുമ്പോൾ അദ്ദേഹം ഇങ്ങനെ അവസാന നാളുകളിൽ എഴുതി വെച്ച വരികളുണ്ടല്ലോ, ഭാഷാന്തരം ചെയ്തിട്ട് എത്ര ഭാഷകളിലേക്ക് വന്നെന്നറിയാം. എത്ര ഭാഷകളിലേക്ക്. മലയാളത്തിലും വന്ന് 3 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴും ജീവിതത്തിന്റെ മുറിവുകളുടെ ചോരയ്ക്കകത്ത് നിന്ന് ആ മനുഷ്യൻ പാടുന്നുണ്ട്, എൻ്റെ രക്ഷകാ, എൻ ദൈവമേ, നിന്നിലായ നാൾ ഭാഗ്യമേ, എന്നുള്ളത്തിൻ സന്തോഷത്തെ നിത്യവും കീർത്തിച്ചിടട്ടെ. ഭാഗ്യനാൾ, ഭാഗ്യനാൾ, യേശു എൻ പാപം തീർത്ത നാൾ. ആലോചിച്ച് നോക്കിക്കേ, ജീവിതത്തിന്റെ വേദനകളുടെ മധ്യേ ചുമച്ച് ചോരതുപ്പി മരണത്തെ മുഖാമുഖം കാണുമ്പോ ഭാഗ്യനാൾ, ഭാഗ്യനാൾ, യേശു എൻ കാത്തു പ്രാർത്ഥിക്കാറാക്കിത്താൻ ആർത്തു ഘോഷിക്കാറാക്കിത്താൻ
ഭാഗ്യനാൾ. വേദനയുടെ മധ്യേ എൻ രക്ഷക, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, ഉത്തരമരുളണമേ. എൻ രക്ഷക, എൻ ദൈവമേ, നിന്നിലായ നാൾ ഭാഗ്യമേ. എന്നുള്ളത്തിൻ കീർത്തിച്ചിടട്ടെ ഭാഗ്യനാൾ. ഇങ്ങനെ തന്നെയാണ് മുറിവുകളുടെ മധ്യേ 10 വയസ്സുകാരൻ മകന്റെ മൃതപേടകം പാമ്പ് കടിച്ച സ്വന്തം കുഞ്ഞിന്റെ ശവപ്പെട്ടി വീട്ടിൽ നിന്ന് സംസ്കരിക്കാൻ എടുക്കുമ്പോ ഒരു 2 നൂറ്റാണ്ട് മുമ്പ് ഒരു മനുഷ്യൻ ഇങ്ങനെയാ വീടിന്റെ മുറ്റത്ത് നിന്ന് സ്വന്തം മോന്റെ മൃതശരീരം എടുക്കുമ്പോ ആരും പാടാത്ത വരി പാടിയിട്ടുണ്ട്. മോശവത്സലം ശാസ്ത്രികൾ എന്ന് പറയുന്ന ഭക്തനായ മനുഷ്യൻ മുറിവുകളുടെ മധ്യേ, സങ്കടങ്ങളുടെ മധ്യേ നിന്റെ ഗീതം നമ്മളീ പാട്ട് പാടണത് എപ്പോഴാ? ഈ പാട്ട് നമ്മൾ പാടുന്നത് എപ്പോഴാ? ഞാൻ പറയാം, കല്യാണത്തിന് പ്രാർത്ഥിച്ചിറക്കാൻ, പ്രസവത്തിന് വിളിച്ചോണ്ട് പോവാൻ, കൊണ്ടാക്കാൻ, അച്ഛനെ ഗൾഫിൽ വിടാൻ. സാധാരണ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ 2 വരി, ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ വേറെ പാട്ട് എന്നോടുള്ള. പക്ഷേ നിറവുകളുടെ മധ്യേ നാം പാടുന്ന പാട്ടായിരുന്നില്ല. മോശവത്സലം ശാസ്ത്രികൾ എന്ന് പറയുന്ന ഭക്തനായ കവി മകന്റെ മൃതശരീരം, 10 വയസ്സുള്ള കുഞ്ഞിന്റെ ശരീരം സംസ്കരിക്കാൻ എടുക്കുമ്പോ ആത്മാവിൽ നിന്ന് പാടിയ വരികളാ 100-200 വർഷങ്ങൾക്ക് ശേഷവും ഇങ്ങനെ ഒഴുകിപ്പോകുന്നത്. ആ പാട്ടിന്റെ മുഴുവൻ വരികളിലും ഇങ്ങനെയാണ്: ദൈവമേ, എന്താണോ ആമേൻ, നേര് നിരപ്പാം വഴിയോ നീണ്ട നടയോ കുറുതോ, എന്താണെങ്കിലും ആമേൻ അല്ലേ? ഓരോ വരികളും അങ്ങനെയാ. അഗ്നിമേഘ തൂണുകളാ അനുദീനം കൂടെയിരുന്നു. അതെ, ഞാനിന്ന് തിരുത്തിക്കോട്ടെ, പാടി വന്നപ്പോ അങ്ങ് തിരുത്തുക. മലയാള ഭാഷ പുതിയ കാലത്ത് നമുക്ക് മിസ്സാവുന്നതിൻ്റെയാ. കടാക്ഷിക്കുക എന്നല്ല, കടാക്ഷിക്കുകേ, അത് അപേക്ഷയാ. കടാക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ആവശ്യമോ കൽപ്പനയോ ആണ്. നമ്മൾ പല പാട്ടുകളും തിരുത്തും, പുള്ളി മാറിയപ്പോ മാറി, കടാക്ഷിക്കുകേ. പല പാട്ടുകൾക്കും അങ്ങനെയുണ്ട്. അതുകൊണ്ട് ജീവിതത്തിന്റെ മുറിവുകളുടെ മധ്യേ എന്റെ ദൈവം സിംഹക്കുഴിയിൽ ദാനിയേൽ ഉറക്കെ വിളിച്ചു പറഞ്ഞു, എന്റെ ദൈവം എന്നെ സിംഹങ്ങളുടെ വായിൽ നിന്ന് രക്ഷിച്ചു. എന്റെ ദൈവം പൊട്ടക്കിണറിൽ, എന്റെ ദൈവം സിംഹക്കുഴിയിൽ, എന്റെ ദൈവം. ആ വാക്കിങ്ങനെ പറഞ്ഞേ, എന്റെ ദൈവം. നമ്മൾ കുഞ്ഞുങ്ങളെ ആദ്യമായിട്ട് പഠിപ്പിക്കേണ്ട സങ്കീർത്തനം ഏതാ? മിണ്ടു 23. അക്ഷരമാണോ സങ്കീർത്തനമാണോ ആദ്യം പഠിച്ചത്? പറയൂ. അക്ഷരമെല്ലാം പഠിച്ചിട്ട് മലയാളത്തിലെ കൊസറാക്കുള്ളി അക്ഷരമായ യാ ക്ഷ ല ഒക്കെ പഠിച്ചിട്ടാണോ നിങ്ങൾ 23 സങ്കീർത്തനം പറഞ്ഞേ? അല്ല. 2.5 വയസ്സിൽ 3 വയസ്സിൽ പ്രാർത്ഥിക്കാൻ വീട്ടിൽ പായലിരുന്ന അമ്മ പറഞ്ഞു വന്നു, യഹോവ എൻ്റെ ഇടയനാകുന്നു. അത് കേട്ട് നമ്മൾ തിരിയാത്ത നാവ് കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു പഠിച്ചില്ലേ? അക്ഷരമൊക്കെ പിന്നെ എത്ര നാൾ കഴിഞ്ഞിട്ടാ
അക്ഷരം പഠിക്കുക എന്ന് പറയുന്നത് സ്റ്റഡിങ് ആണ്, പഠനമാണ്. ഈ ലോകത്തുനിന്ന് കിട്ടുന്നത്, സ്കൂളിൽ പോണത് പഠിക്കാനാണ്, അക്ഷരം പഠിക്കുകയാണ്. പക്ഷേ സങ്കീർത്തനം അത് പ്രോഗ്രാമിംഗ് ആണ്, സ്റ്റഡിങ് അല്ല. പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഇത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് റിമോട്ട് എടുത്ത് ഞെക്കിയാൽ കൃത്യമായിട്ട് ആ ചാനൽ വരും. പ്രോഗ്രാം 7 ഞെക്കിയാൽ അത്, 8 ഞെക്കിയാൽ അത് പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കുക, ഒരിക്കലും മാറത്തില്ല. സ്റ്റഡിങ് എന്ന് പറയുന്നത് പഠനമാണ്, അത് അക്ഷരം ആ ഈ ഒക്കെ പഠിച്ചു, ABCD പഠിച്ചു. പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് അക്ഷരത്തിന് മുമ്പേ നമ്മൾ അറിഞ്ഞതാ. അതുകൊണ്ട് മരിച്ചാലും മറക്കില്ല ഏത്? നമ്മളെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണ സങ്കീർത്തനം. സ്റ്റഡിങ്ങിന് മുമ്പേ പ്രോഗ്രാമിംഗ് ഉണ്ട്. അതാണ് ആത്മീക ജീവിതത്തിന്റെ മൂല്യ സംസ്കാരം. പക്ഷെ സ്റ്റഡിങ്ങിന് ഒരു കുഴപ്പമുണ്ട്. ഈ മോൻ എത്രാം ക്ലാസ്സിലാണ്? 5ാം ക്ലാസ്. ആ മോൻ എത്രാം ക്ലാസ്സിലാണ്? 5ാം ക്ലാസ്. 5ാം ക്ലാസ് ഇവിടെ 5ൽ പഠിക്കുന്ന പിള്ളേരെ ഉള്ളെന്ന് തോന്നുന്നു. 4ാം ക്ലാസ്സിൽ പഠിച്ചത് വല്ല ഓർമ്മയുണ്ടോ? എന്തിനാണ് പരീക്ഷ കഴിഞ്ഞ് 2 മാസം അവധി? പരീക്ഷ കഴിഞ്ഞ് 2 മാസം അവധി റോയി അച്ഛൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പഠിച്ചതല്ല, മറക്കാനാണ്. സത്യമാണ്. 7ാം ക്ലാസ്സിൽ പഠിച്ചതല്ല മറന്നിട്ടാണ് നമ്മൾ എവിടെ ചെല്ലുന്നത്. ഈ വിദ്യാഭ്യാസത്തെ വിളിക്കുന്നത് പുട്ടുകുറ്റി വിദ്യാഭ്യാസം എന്നാണ്. പുട്ടുകുറ്റി വിദ്യാഭ്യാസം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പുട്ടു പുഴുങ്ങാറില്ലേ? ഇരിപ്പ് കണ്ട് കൊറ്റമ്പള്ളിയും ഫുള്ള് പൊറോട്ടയാണെന്നുള്ള മട്ടാണ്. പുട്ടു പുഴുങ്ങാറില്ലേ? പുട്ടു പുഴുങ്ങാറുള്ളത് എങ്ങനെയാണ്? പുട്ടുകുറ്റി വെക്കുന്നു. പറയൂ, അതെങ്കിലും ഒന്ന് പറ. ചില്ലിടുന്നു. ഓൺലൈനൊക്കെ ഉണ്ട്, എന്നാലും ഇത്തിരി പറയാം. തേങ്ങ പേര ഇടുന്നു. പറയൂ. മാവിടുന്നു, പിന്നെയും തേങ്ങാ പേര ഇടുന്നു, പിന്നെയും മാവിടുന്നു, പിന്നെയും പിന്നെ ഒരു അടപ്പൊക്കെ വെച്ചിട്ട് വെടിവെച്ച് കത്തിച്ച് വേലോട്ട് വിടുന്നു. കുറച്ച് കഴിയുമ്പോൾ അത് തന്നെ ഇതുവരെ അനങ്ങാത്തവരൊക്കെ അനങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? ഒരു കോല് കൊണ്ട് പുറയുന്ന കുത്തും. അങ്ങനെ കുത്തി ഇടുന്നോണ്ടാണ് ഇതിനെന്ത് പേര് വന്നത്? പുട്ട് എന്ന് പേര് വന്നത്. പോട്ടെ, ഇത് പിന്നെയും കുറ്റി വെക്കുന്നു, ആള് ചില്ലിടുന്നു, പിന്നെയും കോലുകൊണ്ട്, പിന്നെ ഇടുന്നു, പിന്നെയും കോലുകൊണ്ട്. അല്ലേ? സത്യത്തില് ഇതല്ലേ വിദ്യാഭ്യാസം? 5ാം ക്ലാസ്സിൽ പുട്ടുകുറ്റി വയ്ക്കുന്നു, ചില്ലിടുന്നു, ജൂൺ മാസത്തിൽ ഇട്ട് തുടങ്ങുന്നു, ഓണപരീക്ഷയാകുമ്പം തേങ്ങാപ്പീര ഇടുന്നു, പിന്നെയും ക്രിസ്മസ് പരീക്ഷയ്ക്ക് പിന്നെ ഇടുന്നു, മാർച്ച് ആവുന്നു, വേവിച്ചെടുക്കുന്നു, മാർച്ചിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നു, കോലുകൊണ്ട് കുത്തുന്നു, പൊള്ള. 5ാം ക്ലാസ്സിൽ പിന്നെയും ജൂൺ മാസത്തിൽ ചില്ലിടുന്നു, ക്രിസ്മസ് പരീക്ഷ, ഓണപരീക്ഷ, മാർച്ചിൽ കോലുകൊണ്ട് കുത്തുന്നു, തീർന്നു, പൊള്ള. 7ാം ക്ലാസ്സിൽ പിന്നെ 8ാം ക്ലാസ്സിൽ ഇതെല്ലാം ആ സൈസാണ്. നമ്മളെല്ലാം അങ്ങനെയാണ്. സ്റ്റഡിങ് മറന്നുപോകും, പഠിച്ചതൊക്കെ മറന്നുപോകും, ഉള്ളു പൊള്ളയാ. പക്ഷെ ഇത് ലേണിംഗ് അല്ല, പ്രോഗ്രാമിംഗ് ഒരിക്കലും മാറില്ല. അതുകൊണ്ടാണ് നമ്മൾ എവിടെ പോയാലും യഹോവ എന്റെ ഇടയനാകുന്നു, ദൈവം എന്റെ ഇടയനാകുന്നു എന്ന് പറയാനാണ് ആദ്യം നാം പഠിച്ചത്. അതാണ് ബൈബിൾ സംസ്കാരം. ജീവിതത്തിന്റെ ഏത് വഴികളിലും എന്റെ ദൈവമേ എത്രത്തോളം എന്ന് ചോദിക്കേണ്ട മരുഭൂമി അനുഭവങ്ങളിൽ, എത്രത്തോളം എന്ന് ചോദിക്കേണ്ട സങ്കടക്കടലുകളിൽ, അത്തരം അനുഭവങ്ങളിലെല്ലാം എന്റെ ദൈവമേ, അല്ലേ? വല്ലാത്തൊരു ബലമല്ലേ എന്റെ ദൈവം. എന്റെ ഇടയൻ എന്നെ നടത്തും, എന്റെ ഉള്ളം കലങ്ങുകില്ല. വല്ലാത്തൊരു ബലമല്ലേ? എനിക്ക് വലിയ പാടാനുള്ള വരികളാണ്, ഇഷ്ടമുള്ള വരികളാണ്. എന്റെ ഇടയൻ എന്നെ നടത്തും, എന്റെ ഉള്ളം കലങ്ങുകില്ല, എന്റെ പരിപാലകൻ തെല്ലും ഉറങ്ങുകില്ല. ദൈവമെന്റെ കൂടെയുള്ളതാൽ എന്തിനേറെ ഭയന്നീടണം.
നൊന്തു നീറി കരഞ്ഞിടണം. എന്തിനാ കരയുന്നേ? എന്തിനാ ഭാരപ്പെടുന്നേ? എൻ്റെ ഇടയൻ എന്നെ നടത്തും, എൻ്റെ ഉള്ളം കലങ്ങുകില്ല. യഹോവ അല്ലേ എൻ്റെ, അതിങ്ങനെ ചങ്കത്ത് കൈവച്ചിട്ട്, എൻ്റെ ഇടയൻ എന്നെ നടത്തും, എൻ്റെ ഉള്ളം കലങ്ങുകില്ല. പാടാവുന്നവര് പാടിക്കോളൂ. എൻ്റെ പരിപാലകൻ തെല്ലു ഉറങ്ങുകില്ല, ദൈവമെൻ്റെ കൂടെയുള്ളതാൽ എന്തിനേറെ ഭയന്നിടണം. നൊന്തു നീറി കരഞ്ഞിടണം. എന്തിനാ കരയുന്നേ? നൊന്തു നീറി കരഞ്ഞിടണം. എൻ്റെ ദൈവം. നമുക്ക് അവസാന ഭാഗത്തേക്ക് പോകാം. ഏത് താർ മരുഭൂമിയിൽ അലയേണ്ടി വന്നാലും, ഏത് ഈജിപ്ഷ്യൻ മരുഭൂമിയിൽ ഗതികടേണ്ടി വന്നാലും, ഏത് ആടുജീവിതത്തിന്റെ നജീബിന്റെ സമാന അനുഭവങ്ങൾ കൂടെ കടന്നു പോകേണ്ടി വന്നാലും, എൻ്റെ ഇടയൻ, എൻ്റെ ദൈവം. നമ്മുടെ മക്കളെ അങ്ങനെ മാത്രം ഒന്ന് പറയാൻ ചങ്കോട് കൈവച്ചിട്ട്, എൻ്റെ ദൈവം, വല്ലാത്തൊരു ആശ്രയമാത്. നമുക്ക് 5-6 വാക്യങ്ങൾ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ദേ ഇങ്ങനെയാണ് നാം തുടങ്ങിയത്. ദൈവമേ എത്രത്തോളം, ഹൗലോം. ദേ ഇങ്ങനെയാണ് മുന്നോട്ട് പോയത്. അതിനെ മറികടക്കാൻ ഒറ്റ വഴിയുള്ളൂ. സകല സങ്കടങ്ങളോടും എൻ്റെ അപ്പാ, എൻ്റെ ദൈവമേ. 5-6 വാക്യങ്ങളൊന്ന് വായിക്കാമോ? ഞാനോ ആശ്രയിക്കുന്നു, ആനന്ദിക്കും, ഞാനവന്. നിങ്ങൾ എന്നെ തന്നെ ഒന്ന് നോക്കിക്കേ, ഉത്തരം പറ. അതേത് കാലമാണ്? അതേത് കാലമാണ്? ഞാനോ നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കുക കൊണ്ട് ഞാൻ അവന് പാട്ടുപാടും. ഏത് കാല? ഏത് കാല? CBSE ആണോ? ഈ യൂറോപ്പിലൊന്നും പഠിച്ചവരല്ലല്ലോ, ഇവിടെ പഠിച്ചവരല്ലേ? വർത്തമാനമാണോ, ഭൂതമാണോ, ഭാവിയാണോ? ഞാൻ ഇവിടെ നിന്ന് ഓച്ചിറയ്ക്ക് പോകും. ഏത് കാല? അറിയില്ല, അതും അറിയില്ല, ആരോട് ചോദിക്കണേ ഞാനത്. ഭാവി. അങ്ങനെയാണെങ്കിൽ സങ്കീർത്തനം അവസാനിക്കുന്നത് എങ്ങനെയാണ്? ഞാനോ കരുണയിൽ ആശ്രയിക്കും, എൻ്റെ ഹൃദയം ആനന്ദിക്കും, ഞാൻ അവന് പാട്ടുപാടും. ഏത് കാലം? ഏത് കാലം? ഭാവി. എൻ്റെ അർത്ഥം എന്താ? എത്രത്തോളം. ഈ ഭൂതകാലത്തിന്റെ വിഷാദത്തിൽ ഉരുകുന്ന മനുഷ്യര് ചങ്കത്ത് കൈവച്ചിട്ട് എൻ്റെ ദൈവമേ എന്ന് വിളിച്ചാല് നാളെയുടെ മധുരം രുചിക്കാം. മൂന്നാമത്തെ ചിന്തയ്ക്കൊരു തലക്കെട്ട്: ഭാവിയുടെ മധുരമറിഞ്ഞ ജീവിതം. നാളെ പാടാണ്, നമുക്ക് പാടാം. ഈ സങ്കടത്തിൽ കടക്കുമ്പോഴാണ് പറയുന്നത്, ഞാൻ നാളെ ആനന്ദിക്കും, നാളെ പാട്ട് പാടും. നമ്മുടെ മറിയം അത് പറഞ്ഞില്ലേ? സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പറയൂ, വാഴ്ത്തും. ഏത് കാലം? ഭാവി കാലം. ദാവീദ് പറഞ്ഞു, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. ഏത് കാലം? അതെ. ഹന്നാമച്ചി ഒരു കുഞ്ഞിനു വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ചിട്ട് 1 ശമൂവേൽ 1:18 പറയുന്നുണ്ട്, മക്കളെ കിട്ടിയിട്ടില്ല, അടിയന് തൃക്കണ്ണിൽ കൃപ ലഭിക്കട്ടെ. ഏത് കാലം? പറയൂ. ഈ പുസ്തകത്തിൽ കുറെ മനുഷ്യരുണ്ട് ചങ്ങാതിമാരെ, ഉരുങ്ങുന്നതിനിടയിൽ, കരയുന്നതിനിടയിൽ, സങ്കടങ്ങൾ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നതിനിടയിൽ നാളത്തെ മധുരം, നാളെയുടെ മധുരം. മറിയം പറഞ്ഞത്, ദാവീദ് പറഞ്ഞത്, ഹന്ന പറഞ്ഞത്, ദേ ഞാനവന് പാട്ടുപാടും.
അല്ലേ? നമുക്ക് പറ്റുമോ? പക്ഷെ നമ്മൾ പാടാറുണ്ട്. കഷ്ടനഷ്ടമേറി വന്നാൽ അതെവിടെ പാടുക? നമ്മള് എവിടാ? കേട്ടില്ല? ആരുടെ മരണ വീട്ടിൽ? നമ്മുടെ ഇടവകയിലെ ആ അമ്മച്ചിയുടെ മരണത്തിന് നമ്മൾ അവിടെ പോയി പ്ലാസ്റ്റിക് ദുഃഖമൊക്കെ വാരി മുഖത്ത് തേച്ചിട്ട് ഭിത്തിയെ ചാരി ഇരുന്ന് കഷ്ടനഷ്ടമേ. ഈ പാട്ട് കേട്ടാൽ ഒരു സന്തോഷം, ഉള്ള ആശ്വാസം കൂടെ പോയി ഒക്കെയുള്ള പാട്ട് കേട്ടാ നമുക്ക് സകല പാട്ടിനും ഒരു ഭാവേ ഉള്ളൂ. പക്ഷെ അതല്ല, ഭാഗ്യാവസ്ഥയിൽ അവനവന്റെ തിണ്ണക്കിരുന്ന് പാടാനുള്ള ബലം നമുക്കുണ്ടോ? അവനവന്റെ ഉമ്മറത്തിരുന്നിട്ട് കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ, കഷ്ടമേറ്റ കർത്താവോടു. കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരും. നാളെ എൻ്റെ ഭാവി എല്ലാം എൻ്റെ ഭാവിയെല്ലാം എൻ്റെ ഭാവി എല്ലാം എൻ്റെ ദൈവമറിയുന്നുവെന്ന് പൂർണ്ണ സമാധാനമോടെ നാൾ മുഴുവൻ പാടിയിടും ഞാൻ എന്ന് പറഞ്ഞാൽ, എൻ്റെ നാളുകളെ അറിയുന്ന ഒരു ദൈവമുണ്ടായതുകൊണ്ട് ഞാനവന് പാട്ടുപാടും. സങ്കീർത്തനം അവസാനിക്കുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇന്നലകളുടെ സങ്കടത്തിൽ ആരംഭിച്ച് നാളെയുടെ സ്വപ്നങ്ങളിൽ നാളെ എനിക്കൊരു ദൈവം എന്നെ നടത്തും, അങ്ങനെ അവസാനിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 13-ാം സങ്കീർത്തനം. വളരെ മനോഹരമാണ്. എത്രത്തോളം എൻ്റെ ദൈവമേ നാളത്തെ മധുരം രുചിച്ച് സന്തോഷത്തോടെ 3 ശരീരഭാഷയെങ്കിലും ഉണ്ടതിന്. ഇത് ഇങ്ങനെ കൈകൾ മലർത്തി പിടിവിട്ട് നിൽക്കുന്ന മനുഷ്യൻ ചങ്കോട് കൈവയ്ക്കുമ്പോ അതെന്റെ ദൈവമേ. പിന്നെ നാളത്തെ മധുരം രുചിച്ച് കരങ്ങൾ കൂപ്പി പാടാം, കരങ്ങൾ കൂപ്പി പറയാം, നടത്തുന്നൊരു ദൈവം ഉണ്ടാകയാൽ, അല്ലേ? എൻ്റെ നാളുകളെ അറിയുന്നൊരു ദൈവം ഉണ്ടാകയാൽ. ആദ്യം പറഞ്ഞ പേര് നമുക്ക് വീണ്ടും പറയാം. ഈ പുസ്തകത്തിന്റെ പേര് പരിഹാരങ്ങളുടെ പുസ്തകമാണ്. ഈ പുസ്തകത്തിന്റെ പേര് പരിഹാരങ്ങളുടെ പുസ്തകമാണ്. കവി പാടിയതുപോലെ സങ്കടങ്ങൾ നിൽക്കുമ്പോ തന്നെ സ്വപ്നം കാണാൻ ദൈവം തരുന്നൊരു കൃപയുണ്ട്. 2 അർദ്ധഗോളങ്ങളെ പിഞ്ചികാചലനത്താൽ, 2 അർദ്ധഗോളങ്ങളെ പിഞ്ചികാചലനത്താൽ 2 കണ്ണുകളാക്കിയ മഹാശില്പി ഒരു കണ്ണുനീർത്തുള്ളിയെ ഒന്നിലും മറുതട്ടിൽ ഒരു സ്വപ്നത്തിൻ പുഷ്പരേണുവും നിക്ഷേപിച്ചു. പാവം, ഒന്നും മനസ്സിലായിട്ടില്ല. ഞാൻ ഒന്നുകൂടെ പാടാൻ, ഒന്നുകൂടെ ചൊല്ലാം. 2 അർദ്ധഗോളങ്ങളെ പിഞ്ചികാചലനത്താൽ എന്നുവെച്ചാ കണ്ണ് 2 അർദ്ധഗോളം, സെമി സർക്കിൾ. പിഞ്ചിക എന്ന് പറഞ്ഞാൽ ആക്കറിയല്ല, കൺപോള. 2 അർദ്ധഗോളങ്ങളെ പിഞ്ചികാചലനത്താൽ 2 കണ്ണുകളാക്കിയ മഹാശില്പി. ഏത് ശില്പി? ദൈവം. 2 അർദ്ധഗോളങ്ങളെ പിഞ്ചികാചലനത്താൽ 2 കണ്ണുകളാക്കിയ മഹാശില്പി ഒരു കണ്ണുനീർത്തുള്ളിയെ ഒന്നിലും മറുതട്ടിൽ ഒരു സ്വപ്നത്തിൻ പുഷ്പരേണുവും നിക്ഷേപിച്ചു. എന്ന് പറഞ്ഞാൽ, ഒരു കണ്ണുകൊണ്ട് കരയുമ്പോ തന്നെ ഒരു കണ്ണുനീർത്തുള്ളിയെ ഒന്നിലും കരയുന്നതിനിടയ്ക്ക് ഒരു കണ്ണുനീർത്തുള്ളിയെ ഒന്നിലും മറുതട്ടിൽ ഒരു സ്വപ്നത്തിൻ പുഷ്പരേണുവും നിക്ഷേപിച്ചു. കരയുന്നതിനിടയ്ക്ക് സ്വപ്നം കാണാൻ, കരയുന്നതിനിടയ്ക്ക് ചിരിക്കാൻ, കരയുന്നതിനിടയ്ക്ക് സങ്കടപ്പെടുന്നതിനിടയ്ക്ക് നാളുകളെ കുറിച്ച് കിനാവ് കാണാൻ ഞാൻ അവന് പാട്ടുപാടും, ഞാൻ ആനന്ദിക്കുമെന്ന് വിളിച്ചു പറയാൻ
God has planned a calendar for each one of us at the right time in our life. നമുക്ക് വേണ്ടി ഒടേ തമ്പുരാൻ ഒരു കലണ്ടർ നോക്കിയിട്ടുണ്ട്. ബട്ട് ഹി ഡസ് നോട്ട് ഷെയർ ഹിസ് കലണ്ടർ വിത്ത് അസ്. ആ കലണ്ടർ നമ്മളെ കാണിക്കത്തില്ല. ഓരോന്നും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അതുകൊണ്ട് ഭാവിയുടെ മധുരമൊക്കെ രുചിച്ച് ഇന്ന് രാത്രി ആ സങ്കീർത്തനം ഒന്നുകൂടെ വായിക്കണേ ഭവനത്തിൽ. എത്രത്തോളം 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 എന്താ ദൈവമേ ഇങ്ങനെ. അതിൻ്റെ മറുപടിയായി ചങ്കോട് കൈവയ്ക്കുമ്പോൾ കിട്ടുന്നൊരു ബലമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ രാത്രി വിചാരങ്ങൾ അവസാനിപ്പിക്കാം. ഈ പുസ്തകം മടക്കി വയ്ക്കാം. ആശ്രയം യേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ദൈവമേ, ഈ രാത്രി ഈ ചെറു സങ്കീർത്തനം ഞങ്ങളോട് പറഞ്ഞത്, ഞങ്ങളെ ബലപ്പെടുത്തിയത്, ഞങ്ങളുടെ മുറിവുകളിൽ പുരട്ടിയത് പരിശുദ്ധാത്മാവിൻ്റെ ലേപനമല്ലോ. എന്തുകൊണ്ട്, എന്താണിങ്ങനെ, എത്ര നാളതപ്പാ എന്നിങ്ങനെയൊക്കെ അടുത്തിരിക്കുന്നവർ പോലും അറിയാത്ത വേദനയുടെ ഭാണ്ഡവുമായി ഞങ്ങൾ നടക്കുമ്പോൾ ഞങ്ങളുടെ ചങ്കിനോട് ഞങ്ങളെ കരമെടുത്ത് വച്ചിട്ട് എൻ്റെ അപ്പാ, എൻ്റെ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കണ്ണീർ തോണി തുഴഞ്ഞ് അക്കരെ എത്തുന്നൊരു ദിനത്തെ കണ്ടിട്ട് എൻ്റെ ദൈവം എന്നെ നടത്തും. ഞാനവന് പാട്ടുപാടും. ഈ വേദനയൊക്കെ മാറും. എൻ്റെ ദൈവം എനിക്കൊരു നല്ല നിമിഷങ്ങൾ ഒരുക്കുമെന്ന് ഞങ്ങളോട് തന്നെ പറഞ്ഞ്, ദൈവമേ, വചനത്തിൻ്റെ ആദ്യത്തെ താളിൽ ഞങ്ങൾ വായിക്കുന്നത് പോലെ നല്ലതിനാണ് സംഭവിച്ചതെല്ലാം, സംഭവിക്കുന്നതെല്ലാം, സംഭവിക്കാനിരിക്കുന്നതും, ഈ നാളിലെ ഗദ്ഗതങ്ങളും, ഈ രാവിലെ നെടുവീർപ്പുകളും, ഈ നിമിഷങ്ങളിലെ അലച്ചിലുകളും അപ്പാ നന്മയ്ക്കായിട്ടായിരിക്കും, ആണ് എന്ന് പറഞ്ഞ് ഇന്ന് മടങ്ങിപ്പോകാനായിട്ട് കൃപ തരണമേ. ദൈവമേ, ഞങ്ങളെ സൗഖ്യത്തോടെ മടക്കി അയക്കണമേ, കൃപയിൽ പൊതിയണമേ. ആമേൻ.